Meet the editors. നമസ്കാരം. മീറ്റ് ദ എഡിറ്റേഴ്സിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. സംസ്ഥാനത്ത് സ്ഥാനാർത്ഥി പ്രഖ്യാപനം പൂർത്തിയായതോടെ രണ്ടാം ഘട്ട പ്രചാരണത്തിന് ചൂടുപിടിച്ചിരിക്കുകയാണ്. താഴെത്തട്ടിലുള്ള വോട്ടുറപ്പിക്കുന്നതിലാണ് മുന്നണികളുടെ പ്രധാന ശ്രദ്ധ. താരപ്രചാരകർ കൂടി കളത്തിലിറങ്ങുന്നതോടെ വോട്ടുറപ്പിക്കാമെന്ന പ്രതീക്ഷയിലാണ് സ്ഥാനാർത്ഥികൾ. ചോദ്യമിതാണ്, വോട്ടുവഴികൾ തെളിഞ്ഞു? നികേഷ് സാർ, ഇത്തവണത്തെ തെരഞ്ഞെടുപ്പ് ഒരു മാസ് പടമാകുന്ന രീതിയിലാണോ പ്രചാരണം? വോട്ടുവഴിയൊക്കെ തെളിഞ്ഞോ? ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ BJPയും സ്ഥാനാർത്ഥി ലിസ്റ്റ് പൂർണ്ണമാക്കിയതോടുകൂടി സ്വാഭാവികമായിട്ടും വോട്ട് വഴി തെളിഞ്ഞു എന്നുള്ളൊരു ഉത്തരല്ലേ നമുക്ക് തരാൻ സാധിക്കുകയുള്ളൂ. എങ്കിലും കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഇനിയും ഏതാണ്ട് ഒരു മാസത്തോളം ബാക്കി നിൽക്കുന്നു എന്നുള്ളതിനാൽ ഒരുപാട് കാര്യങ്ങൾ ഇനിയും തെരഞ്ഞെടുപ്പ് രംഗത്ത് ചർച്ച ചെയ്യാനുണ്ടാകും എന്നാണ് ഞാൻ കരുതുന്നത്. ദേശീയ വിഷയങ്ങളും പ്രാദേശിക വിഷയങ്ങളും ഒരേപോലെ ചർച്ച ചെയ്യുന്ന സംസ്ഥാനമാണ് കേരളം. നമ്മളെ സംബന്ധിച്ചിടത്തോളം സാധാരണഗതിയിൽ നമ്മുടെയൊക്കെ പൊതുയോഗം കേൾക്കാൻ പോയിട്ടുണ്ടോ എപ്പോഴെങ്കിലും? അവിടെ പ്രാദേശിക പ്രസംഗിച്ചിട്ടൊക്കെ ഉണ്ടല്ലേ? ഓക്കെ. പ്രാദേശികവും സംസ്ഥാന വിഷയങ്ങളും ദേശീയ വിഷയങ്ങളും അന്തർദേശീയ വിഷയങ്ങളും ഒക്കെയാണ്. അല്ലെങ്കിൽ നേരെ തിരിച്ചാണ്, അന്തർദേശീയ വിഷയത്തിൽ തുടങ്ങി ദേശീയ വിഷയത്തിലെത്തി പ്രാദേശിക വിഷയത്തിലേക്ക് വരുന്നതും പിന്നെ അതിലും താഴെയുള്ള മൈക്രോ പ്രാദേശിക വിഷയത്തിലാണ് എത്തിച്ചേരുക. അപ്പോഴാണ് പ്രസംഗം അവസാനിക്കുക എന്ന് പറയുന്ന പോലെ തന്നെയാണ് കേരളത്തിലെ തെരഞ്ഞെടുപ്പ് രംഗം എന്ന് പറയുന്നത്. എല്ലാ വിഷയങ്ങളും കേരളത്തിൽ ചർച്ച ചെയ്യും. ഇപ്പോൾ ഗസ അടക്കമുള്ളതും ഈ തെരഞ്ഞെടുപ്പിൽ വിഷയമാണ്. അതിൽ എന്ത് സമീപനമാണ് സ്വീകരിച്ചത്? ഇപ്പോൾ തിരുവനന്തപുരം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ശശി തരൂർ ഇപ്പോഴും പറയുന്നത് എന്താണ്? ഗസയുടെ വിഷയത്തിൽ എനിക്ക് നിലപാട് മാറ്റമില്ല എന്നാണ്. എന്ന് വെച്ചാൽ അവിടെ വേറൊരു വോട്ട് ബാങ്ക് അദ്ദേഹം കാണുന്നുണ്ട് എന്നുള്ള ഞാൻ പറഞ്ഞു വന്നത് അത്രയേ ഉള്ളൂ എന്നാണ്. ഏറ്റവും ഒടുവിൽ BJP ആണ് അതിൻ്റെ സ്ഥാനാർത്ഥി നിർണയം പൂർത്തിയാക്കിയിട്ടുള്ളത്. BJP ഒരു പുതിയ നിരയെ ഇപ്പോൾ സ്ഥാനാർത്ഥിത്വത്തിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നു. സുരേഷ് ഗോപി ഈ തെരഞ്ഞെടുപ്പിൽ മാത്രമല്ല, ഈ അടുത്ത തെരഞ്ഞെടുപ്പുകളിൽ സുരേഷ് ഗോപി, KS രാധാകൃഷ്ണൻ, G കൃഷ്ണകുമാർ, രാജീവ് ചന്ദ്രശേഖർ, അങ്ങനെ പുതിയൊരു നിര. അതേസമയം തന്നെ PK കൃഷ്ണദാസിനെ പോലുള്ള, O രാജഗോപാലിനെ പോലുള്ള, കുമ്മനം രാജശേഖരനെ പോലുള്ള ആളുകളെ തൽക്കാലത്തേക്ക് AN രാധാകൃഷ്ണനെ പോലുള്ള ആളുകളെ മാറ്റി നിർത്തുകയും ചെയ്തിരിക്കുന്നു എന്നുള്ളതാണ്. നമ്മൾ ഓരോ തവണയും BJPയുടെ പുതിയ സ്ഥാനാർത്ഥികളെ കാണുമ്പോൾ വളരെ കളർഫുള്ളായിട്ടുള്ളൊരു സ്ഥാനാർത്ഥി ലിസ്റ്റാണല്ലോ എന്ന് തോന്നുവാണെങ്കിലും പക്ഷേ ഏറ്റവും പ്രധാനപ്പെട്ട BJPയുടെ വോട്ട് കാച്ചേഴ്സ് ആരൊക്കെയാണ്? O രാജഗോപാൽ, കുമ്മനം രാജശേഖരൻ, നമ്മൾ ഇതുവരെ കണ്ടിട്ടുള്ളതിൽ വെച്ച് ഇവരൊക്കെ ആയിരുന്നു BJPക്ക് വേണ്ടി ഏറ്റവും കൂടുതൽ ഒരു പരിധിവരെ തെരഞ്ഞെടുപ്പിനെ മുന്നോട്ട് കൊണ്ടുപോയിട്ടുള്ളത്. PK കൃഷ്ണദാസൊക്കെ ആയിരുന്നു സംഘടന രംഗത്ത് പ്രവർത്തിക്കുന്ന ഘട്ടത്തിൽ. ഇപ്പോൾ PK കൃഷ്ണദാസിനെ കുറിച്ചൊന്നും ഒരു ചോദ്യം പോലും ഇല്ല എന്നുള്ളൊരു പ്രശ്നമുണ്ട്. ഏതായാലും BJPയെ സംബന്ധിച്ചിടത്തോളം ഞാൻ നേരത്തെ കണക്കൊന്ന് നോക്കുകയായിരുന്നു. 2024 14.88 അല്ലേ? NDA 15.64 എന്നുള്ളതാണ്. ഈ വോട്ട് ശതമാനം വർദ്ധിപ്പിക്കാൻ കഴിയുമോ എന്നുള്ളതാണ് BJPയെ സംബന്ധിച്ചിടത്തോളം കേരളത്തിലെ ഏറ്റവും വലിയ വെല്ലുവിളി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. കാരണം നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വളരെ താഴേക്ക് പോയിരുന്നു BJPയുടെ വോട്ട് ശതമാനം. 2014 ലോക്സഭാ തെരഞ്ഞെടുപ്പുമായി താരതമ്യം ചെയ്യുമ്പോൾ 4% വോട്ട് ശതമാനമാണ് 2019 വർദ്ധിച്ചിരിക്കുന്നത് എന്നുള്ളതാണ്. നോക്കൂ, അതിനകത്തുള്ള കാര്യം എന്ന് പറഞ്ഞാൽ ഈ വോട്ട് ശതമാനം വർദ്ധിപ്പിക്കേണ്ടത് BJPയുടെ ദേശീയ തലത്തിലെ ആവശ്യമാണ്. BJP അബ് കി ബാർ 400 പാർ എന്ന ലക്ഷ്യം മാത്രമല്ല മുൻനിർത്തുന്നത്. BJPയെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ വിഭാഗം ജനങ്ങളുടെ വോട്ട് നേടി ഒരു കോൺഗ്രസിന് ശേഷമുള്ള പാൻ ഇന്ത്യൻ പാർട്ടിയായിട്ട് BJPക്ക് മാറേണ്ടതുണ്ട്. അതിന് പ്രധാനപ്പെട്ട ഒരു സംസ്ഥാനമാണ് കേരളം. കാരണം എന്ന് വെച്ചാൽ നോക്കൂ, നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ചർച്ച ചെയ്തതുപോലെ തന്നെ വടക്കേ ഇന്ത്യൻ സംസ്ഥാനങ്ങളിലൊക്കെ BJPക്ക് ലഭിക്കാവുന്ന കൂടുതൽ വോട്ടുകൾ കിട്ടിക്കഴിഞ്ഞു. പടിഞ്ഞാറേ ഇന്ത്യയിൽ നിന്നും കൂടുതൽ വോട്ടുകൾ കിട്ടിക്കഴിഞ്ഞിരിക്കുന്നു. ഇനി തെക്കേ ഇന്ത്യയും കിഴക്കേ ഇന്ത്യയാണ്. ഈ തെക്കേ ഇന്ത്യയിൽ പലപ്പോഴും വോട്ടുകൾ പൂർണ്ണമായും BJPയുടെ പെട്ടിയിൽ വീഴാറില്ല. BJPക്കാരായിട്ടുള്ള ആളുകൾ ഉണ്ടെങ്കിൽ തന്നെയും അവർക്ക് BJP സ്ഥാനാർത്ഥി ജയിക്കില്ല എന്ന കാരണത്താൽ അവർ പോയി ആരാണോ പ്രധാന പ്രതിയോഗി ആ പ്രധാന പ്രതിയോഗിയുടെ വോട്ട് പെട്ടിയിൽ കൊണ്ടിടും. കേരളവും അങ്ങനെയാണെന്നാണ് BJPയുടെ അസസ്മെൻറ്റ്. അതുകൊണ്ട് ഇത്തവണ പരമാവധി ശ്രദ്ധയോടുകൂടിയാണ് BJP അതിൻ്റെ സ്ഥാനാർത്ഥി നിർണയം പൂർത്തിയാക്കിയിട്ടുള്ളത്. എന്നാലും BJPക്ക് ജയിക്കാനാകുമോ എന്നുള്ളത് ഞാനൊരു അഭിപ്രായം പറയുന്നില്ല. അപ്പോൾ BJPയെ സംബന്ധിച്ചിടത്തോളം സാധ്യമായ വിധത്തിലുള്ള ഒരു സ്ഥാനാർത്ഥി നിർണയം പൂർത്തിയാക്കിയതോടുകൂടി BJPയും ട്രാക്കിലേക്ക് എത്തിക്കഴിഞ്ഞിരിക്കുന്നു. LDFും UDFും നേരത്തെ ട്രാക്കിൽ എത്തിക്കഴിഞ്ഞിരിക്കുന്നു. LDFിനെ സംബന്ധിച്ചിടത്തോളം LDF ആദ്യം സ്ഥാനാർത്ഥികളെ നിർണയിച്ചിട്ടുള്ള, ഇന്ത്യയിൽ തന്നെ ഏറ്റവും ആദ്യം മുഴുവൻ സ്ഥാനാർത്ഥികളെയും നിർണയിച്ചിട്ടുള്ള മുന്നണി എന്ന് പറയുന്നത് കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയാണ്. അതിൻ്റെ ഒരു മുന്നേറ്റം ആദ്യഘട്ടത്തിൽ തന്നെ ഉണ്ടായിരുന്നു.
അതിൻ്റെ മുന്നേറ്റം ഉണ്ടായിരുന്നോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ യു ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം ഏതാണ്ട് നമുക്ക് സ്ഥാനാർത്ഥികളെ അറിയാമായിരുന്നു. കാരണം സിറ്റിംഗ് എം പിമാർക്കൊക്കെ തന്നെയും സീറ്റ് കൊടുക്കുമെന്നുള്ള പറഞ്ഞുകൊണ്ട് നോക്കൂ. പക്ഷേ കേരളത്തിലെ എൽ ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ സ്ഥാനാർത്ഥി നിർണ്ണയം നടത്തുകയും വലിയ നിലയിൽ പ്രചരണം മുന്നോട്ട് കൊണ്ടുപോവുകയും ഒക്കെ ചെയ്തിരുന്നു. സാധാരണ ഇതിൽ തെരഞ്ഞെടുപ്പിൻ്റെ ഘട്ടത്തിൽ ഈ തെരഞ്ഞെടുപ്പ് പ്രവർത്തനം മാത്രമാണ് നടത്തുകയെങ്കിൽ ഇവിടെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി, പ്രത്യേകിച്ച് CPM, ഈ CAക്കെതിരെ വലിയ രീതിയിൽ വലിയ കൺവെൻഷനുകൾ നടത്തുന്നുണ്ട്, വലിയ റാലികൾ നടത്തുന്നുണ്ട്. പിണറായി വിജയൻ എന്ന് പറയുന്ന അവരുടെ ഏറ്റവും വലിയ താരപ്രചാരകൻ തന്നെയാണ് ആ പറയുന്ന റാലിയിൽ പങ്കെടുക്കുന്നത്. ഓരോ പ്രസംഗങ്ങളും വ്യത്യസ്തമാണ്. ആ റാലിയിൽ നമ്മൾ കണ്ടത്, നമ്മൾ കാഞ്ഞങ്ങാട് കണ്ടതല്ല കോഴിക്കോട് കാണുന്നത്, കോഴിക്കോട് കണ്ടതല്ല മലപ്പുറത്ത് കാണുന്നത്, മലപ്പുറത്ത് കണ്ടതല്ല കണ്ണൂർ കാണുന്നത്. വ്യത്യസ്തമായ കണ്ടൻറ്റ് ഉൾപ്പെടുത്തിക്കൊണ്ടാണ് പിണറായി വിജയൻ പ്രസംഗിക്കുന്നത് എന്നുള്ളതാണ്. അതിനകത്ത് സമസ്ത അടക്കമുള്ള എല്ലാവരും പങ്കെടുക്കുന്നുണ്ട് എന്നുള്ളത് നമ്മൾ കാണേണ്ടതുണ്ട്. അപ്പോൾ അതിനകത്ത് എന്താ CPM ലക്ഷ്യമിടുന്നത്? ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം വളരെ പ്രധാനപ്പെട്ട 2 വോട്ട് ബാങ്കുകൾ നിർണായകമാണ് എന്ന് CPM കരുതുന്നു. ഒന്ന് സമസ്ത എന്ന് പറയുമ്പോൾ ന്യൂനപക്ഷ വോട്ടുകൾ. സമസ്ത AP വിഭാഗത്തിൻ്റെ വോട്ട് സാധാരണഗതിയിൽ അരിവാൾ സുന്നികളെന്നാണല്ലോ അവരറിയപ്പെടുന്നത്. LDFന് കിട്ടാറുണ്ടെങ്കിലും EK സുന്നികളുടെ വോട്ട് സാധാരണഗതിയിൽ CPMന് കിട്ടാറില്ല. പക്ഷേ 2016 മുതൽ സ്ഥിതി വ്യത്യസ്തമാണ്. ഒരു വിഭാഗം സുന്നി വോട്ടുകൾ CPMലേക്ക് വരാറുണ്ട് എന്നുള്ളതാണ്. ഇവിടെ ഈ CA പ്രക്ഷോഭത്തിൽ അല്ലെങ്കിൽ CA കൺവെൻഷനിൽ യഥാർത്ഥത്തിൽ CPM കൂടുതലായും പങ്കെടുപ്പിക്കുന്നത് ഈ സുന്നികൾ, ഈ പറയുന്ന EK വിഭാഗത്തിനെയൊക്കെ ആയതുകൊണ്ട് തന്നെ അതിൽ നിന്നൊരു വിഭാഗം വോട്ടുകൾ കിട്ടും എന്ന് വിചാരിക്കുകയാണ്. ഇപ്പോൾ സുപ്രഭാതം പത്രം വലിയ ആശങ്ക രേഖപ്പെടുത്തിയല്ലോ. കേരളത്തിലെ കോൺഗ്രസിൽ നിന്ന് ഒറ്റ രാത്രി കൊണ്ട് മറുകണ്ഠം ചാടുന്നു എന്നുള്ളത് മുഖപ്രസംഗം എഴുതിയിട്ട് സുപ്രഭാതം ആശങ്ക പ്രകടിപ്പിച്ച കാര്യമാണ്. അപ്പോൾ അതിനെയൊക്കെ തന്നെയും വോട്ടാക്കി മാറ്റുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് യഥാർത്ഥത്തിൽ ഇപ്പോൾ CPM മുന്നോട്ട് പോകുന്നത്. മാത്രമല്ല ഈ CA പ്രക്ഷോഭത്തിൽ പങ്കെടുത്തിട്ടുള്ള ആളുകൾക്കെതിരായിട്ടുള്ള കേസുകളൊക്കെ പിൻവലിച്ചുകൊണ്ടിരിക്കുന്നു. പിണറായി വിജയൻ തന്നെ ഒരു കണക്ക് പറഞ്ഞു. ഇപ്പോൾ K സുരേന്ദ്രൻ ആരോപിക്കുന്നത് ഈ തെരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ പോലും കേസുകൾ പിൻവലിക്കുന്നതിൻ്റെ നടപടിക്രമങ്ങളുമായി മുന്നോട്ട് കൊണ്ടുപോകുന്നു എന്നുള്ളതാണ്. അതുമാത്രമല്ല ഇനി രണ്ടാമത്തെ ഒരു വലിയ സെഗ്മെൻറ്റ്, ഈ ന്യൂനപക്ഷ വിഭാഗങ്ങളിൽ തന്നെ മറ്റൊരു വലിയ സെഗ്മെൻറ്റ് എന്ന് പറയുന്നത് ലാറ്റിൻ കത്തോലിക്കരാണ്. 13% വരും കേരളത്തിലെ ലാറ്റിൻ കത്തോലിക്കർ എന്ന് പറയുന്നത്. ഈ 13% അവർ വിഴിഞ്ഞം സമരമൊക്കെ ഉണ്ടല്ലോ, വിഴിഞ്ഞം സമരത്തിൻ്റെ കേസുകളും പിൻവലിച്ചുകൊണ്ടിരിക്കുകയാണ്. മാത്രമല്ല ഈ ലാറ്റിൻ കത്തോലിക്കർ ഒരു കാര്യം വളരെ ഖണ്ഡിതമായി തീരുമാനിച്ചിട്ടുള്ളത്, അവർ ലെയ്റ്റിയോട് പറഞ്ഞിരിക്കുന്നത് വെച്ചാൽ ന്യൂനപക്ഷങ്ങൾക്കെതിരായ അതിക്രമത്തിൽ സമാധാനപരമായ പ്രതിഷേധം സംഘടിപ്പിക്കാനാണ്. ഈ സമീപ ദിവസങ്ങളിൽ ഇന്നലെ കുരുത്തോലയായിരുന്നു അല്ലേ, കുരുത്തോല പ്രദക്ഷിണം നടക്കുമ്പോൾ, ഓശാന പ്രദക്ഷിണം നടക്കുന്ന സമയത്ത് പല ബിഷപ്പുമാരും സംസാരിക്കുമ്പോൾ എല്ലാ ബിഷപ്പുമാർക്കും ഒരൊറ്റ വാചകമുണ്ട് കേട്ടോ, അത് മതേതരത്വവും ജനാധിപത്യവുമാണ്. അപ്പോൾ അവർ പലപ്പോഴും ഭയത്തോടു കൂടിയാണ് കേന്ദ്ര സർക്കാരിനോട് ഇപ്പോൾ മണിപ്പൂരായാലും ഈ BJPയുടെ അതിക്രമങ്ങളോടും പ്രതികരിച്ചിട്ടുള്ളതെങ്കിൽ ഇപ്പോൾ ഇലക്ഷനോട് അടുത്ത് വരുന്ന ഘട്ടത്തിൽ ക്രിസ്ത്യൻ സമുദായങ്ങൾ കുറച്ചുകൂടി ക്ലാരിറ്റിയോടുകൂടി പ്രതികരിക്കുന്നുണ്ട് എന്നുള്ളതാണ് സമീപ ദിവസങ്ങളിൽ കാണുന്നത്. അതുകൊണ്ട് ഞാൻ വിചാരിക്കുന്നത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ സംബന്ധിച്ചിടത്തോളം ഈ ന്യൂനപക്ഷ വോട്ടുകൾ പരമാവധി സമാഹരിക്കാൻ വേണ്ടിയിട്ടാണ്. ഇപ്പോൾ ഉദാഹരണത്തിന് എറണാകുളം ലോക്സഭാ മണ്ഡലത്തിൽ കൃത്യമായ രീതിയിലുള്ള ലാറ്റിൻ കാൻഡിഡേറ്റ് 2019 രാജീവിനെയാണ് നിർത്തിയിട്ടുള്ളത്. രാജീവ് ഒരു ശക്തനായ സ്ഥാനാർത്ഥി ആയിരുന്നെങ്കിലും പക്ഷേ കഴിഞ്ഞ തവണ പല കാരണങ്ങൾ കൊണ്ട് വലിയ വോട്ടിന് 1 ലക്ഷത്തിൽ ചില്ലുവാനം 1.5 ലക്ഷത്തിന് മുകളിലേക്ക് പോയി രാജീവിൻ്റെ തോൽവിയുടെ ആഘാതം എന്ന് പറയുന്നത്. ഇത്തവണ വളരെ കൃത്യമായ ഒരു ലാറ്റിൻ കാൻഡിഡേറ്റിനെ വെച്ചിരിക്കുന്നു. 2 തോമസ് ഐസക് ആലപ്പുഴയിൽ നിൽക്കുന്നത്, പത്തനംതിട്ടയിൽ നിൽക്കുന്നത് അദ്ദേഹം ഒരു ലാറ്റിൻ അപ്പോൾ ഒരു സംസ്ഥാന മന്ത്രിസഭയിൽ ഒരു ലാറ്റിൻ ഇല്ല എന്നുള്ളതിനെ മറികടക്കുന്നതിന് വേണ്ടി ഒന്നിലധികം ലാറ്റിൻ സ്ഥാനാർത്ഥികളെ നിർത്താൻ വേണ്ടി കൃത്യമായ രീതിയിൽ, മാത്രമല്ല മുസ്ലിം സ്ഥാനാർത്ഥികൾ 5ആയി വരുന്നു എന്ന് പറയുമ്പോൾ കൃത്യമായ ന്യൂനപക്ഷ വോട്ടുകളിലേക്ക് യഥാർത്ഥത്തിൽ LDF കേന്ദ്രീകരിക്കുന്നു എന്ന് മാത്രമല്ല, അതാണ് ഒരു മാറ്റമുണ്ടാക്കാൻ കഴിയുക എന്ന് LDF വിശ്വസിക്കുന്നു. UDFനെ സംബന്ധിച്ചിടത്തോളം സ്വാഭാവികമായിട്ടും രാഹുൽ ഗാന്ധിയുടെ 2 കാര്യങ്ങൾ വളരെ പ്രധാനപ്പെട്ടതാണ്. ഇന്ത്യയിൽ 543 മണ്ഡലങ്ങളിൽ തെരഞ്ഞെടുപ്പ് നടക്കുന്നുണ്ട്. AICCയുടെ ഏറ്റവും പ്രമുഖരായ 2 പേര് മത്സരിക്കുന്നത് നമ്മുടെ ഈ കൊച്ചു കേരളത്തിലാണ്. ഒന്ന് വയനാട്ടിലെ രാഹുൽ ഗാന്ധി, 2 സംഘടനാ ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ മത്സരിക്കുന്നത് ആലപ്പുഴ ലോക്സഭാ മണ്ഡലത്തിൽ. അപ്പോൾ അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും കൂടുതൽ സീറ്റ് കിട്ടിയിട്ടുള്ളത് കേരളത്തിൽ നിന്നാണ്. ഈ കൊച്ചു കേരളത്തിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ സീറ്റുകൾ കോൺഗ്രസ്സിന് അഖിലേന്ത്യാ തലത്തിൽ തന്നെ നൽകിയിരിക്കുന്നത്. 52 സീറ്റുകൾ കിട്ടുമ്പോൾ കോൺഗ്രസ്സിന് ഇവിടെ നിന്ന് പരമാവധി സീറ്റുകൾ ജയിപ്പിക്കാൻ കഴിയും എന്നുള്ള പ്രതീക്ഷയാണ് ഇത്തവണയും ഉള്ളത്. ഒരുപക്ഷേ കേരളത്തിൽ നിന്ന് 20 സീറ്റുകളും എന്നുള്ള പ്രതീക്ഷയോടുകൂടിയാണ് കോൺഗ്രസ് മുന്നോട്ട് പോകുന്നത്.
ഒരു അണ്ടർ കറൻറ്റ് ഉണ്ട് എങ്കിൽ യു ഡി എഫ് വിശ്വസിക്കുന്നത് അതാണ്. നമുക്കിപ്പോൾ നോക്കുമ്പോൾ പല പല ലോക്സഭാ മണ്ഡലങ്ങളും പ്രവചനാതീതമാണ് എന്ന് തോന്നും. പക്ഷേ തെരഞ്ഞെടുപ്പിൽ എപ്പോഴും അതിൻ്റെ വിധി നിർണ്ണയിക്കാറുള്ളത്, കേരളം പോലുള്ള സംസ്ഥാനങ്ങൾ വിധി നിർണ്ണയിക്കാറുള്ളത് അടിയൊഴുക്കുകളാണ്. ഈ അടിയൊഴുക്കുണ്ട് എങ്കിൽ യു ഡി എഫ് വിശ്വസിക്കുന്നത് 20 ലോക്സഭാ മണ്ഡലങ്ങളും കിട്ടുമെന്നുള്ളതാണ്. നമുക്ക് 20 ലോക്സഭാ മണ്ഡലങ്ങൾ കിട്ടാത്ത ഒരു കിട്ടുന്ന ഒരു അണ്ടർ കറന്റ് ഇല്ല എന്ന് വിചാരിച്ചോളൂ, അങ്ങനെ ഒരു അടിയൊഴുക്ക് ഇല്ല എന്ന് വിചാരിച്ചോളൂ. അങ്ങനെയാണെങ്കിൽ നാമാവശേഷമായി പോകും യു ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം. കാരണം ഒരു 10-12 സീറ്റ് മാത്രമേ യു ഡി എഫിന് കിട്ടുന്നുള്ളൂ എങ്കിൽ അത് തന്നെ ഒരു അപ്രമാദിത്താണ്. എൽ ഡി എഫുമായി തട്ടിച്ചു നോക്കുമ്പോൾ ഒരു അപ്രമാദിത്താണ്. 12 സീറ്റേ കിട്ടുന്നുള്ളൂ എന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ പിന്നെ 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനുള്ള കോൺഫിഡൻസ് പോലും യു ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം. അതുകൊണ്ട് അടിയൊഴുക്കിലാണ് യഥാർത്ഥത്തിൽ യു ഡി എഫ് വിശ്വസിക്കുന്നതെന്നാണ് എനിക്ക് പ്രാഥമികമായിട്ട് ഈ 3 മുന്നണികളെക്കുറിച്ച് വിലയിരുത്താനുള്ളത്. ഉണ്ണി സാർ, ഈ വോട്ട് വഴി തെളിയുമ്പോൾ ആ വഴിയുടെ അടിയിലൂടെ ഒരു ഒഴുക്കുണ്ട്. ആ ഒഴുക്ക് ഇത്തവണത്തെ വിധി നിർണ്ണയിക്കുമെന്നാണ് നികേഷ് സാർ പറഞ്ഞു നിർത്തിയത്. എന്ത് തോന്നുന്നു? ചിത്രം തെളിഞ്ഞോ? ചിത്രം നിശ്ചയമായും തെളിഞ്ഞു. ഇപ്പോൾ BJPയുടെ സ്ഥാനാർത്ഥി ലിസ്റ്റ് കൂടി പൂർത്തിയായതോടുകൂടി കേരളത്തിൻ്റെ മത്സര ചിത്രം നമുക്ക് വ്യക്തമായി കഴിഞ്ഞു. പല കാരണങ്ങളാൽ ഈ 3 മുന്നണികളെ സംബന്ധിച്ചിടത്തോളം 2024 ഈ തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് വളരെ നിർണായകമാണ്. അതിൽ ഏറ്റവും പ്രധാനമായിട്ടുള്ളത് ഇടതുപക്ഷത്തെ സംബന്ധിച്ച് ഈ തെരഞ്ഞെടുപ്പ് വളരെ നിർണായകമായിരിക്കുന്നു എന്നുള്ളതാണ്. 2 കാരണങ്ങളാലാണ് അത് നിർണായകമായിരിക്കുന്നത്. ഇപ്പോൾ നമുക്കറിയാം, ഇപ്പോൾ കേരളം ഭരിച്ചുകൊണ്ടിരിക്കുന്നത് ഇടതുപക്ഷ മുന്നണിയാണ്, പിണറായി വിജയൻ സർക്കാരാണ്. സ്വാഭാവികമായിട്ടും ആ സർക്കാരുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ ഈ തെരഞ്ഞെടുപ്പിനെ സ്വാധീനിക്കുമെന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. ഇപ്പോൾ ഈ സർക്കാർ പല കാരണങ്ങളാൽ പ്രതിസന്ധി നേരിടുന്നുണ്ട്, ഒരു പ്രതിച്ഛായ പ്രതിസന്ധി നേരിടുന്നുണ്ട്. അതിപ്പോൾ ക്ഷേമ പെൻഷൻ്റെ കാര്യത്തിനകത്താണെങ്കിലും, അവശ്യ സാധനങ്ങളുടെ ദൗർലഭ്യത്തിൻ്റെ പ്രശ്നത്തിനകത്താണെങ്കിലും, സർക്കാരിൻ്റെ ജീവനക്കാർക്ക് ശമ്പളം കൊടുക്കുന്ന വിഷയത്തിലാണെങ്കിലും, ഏറ്റവും ഒടുവിൽ വന്യജീവി ആക്രമണത്തിൻ്റെ പ്രശ്നത്തിലും, അതേപോലെ എക്സാലോജിക്ക് പോലുള്ള വിഷയങ്ങൾ, ഇതെല്ലാം തന്നെ ഭരിക്കുന്ന സർക്കാരിനെ ഒരു പ്രതിച്ഛായ പ്രതിസന്ധി സൃഷ്ടിച്ചിട്ടുണ്ട്. അപ്പോൾ ഒരു നല്ല വിജയം ഈ തിരഞ്ഞെടുപ്പിൽ ഉണ്ടായാൽ നിശ്ചയമായും ആ പ്രതിസന്ധിയെ മറികടക്കാൻ അത് ഒരു കരുത്ത് പകരും. അത് പിണറായി വിജയനെ സംബന്ധിച്ചിടത്തോളം ആ കാരണം കൊണ്ട് ഈ തെരഞ്ഞെടുപ്പ് വളരെ പ്രധാനമാണ്. 2019 സ്ഥിതി പോലെയല്ല 2024 സ്ഥിതി. 2019 ഈ നിശ്ചയമായും അത് ആ വലിയ തോൽവിയെ വിശദീകരിക്കാൻ അക്കാലത്ത് CPM കഴിഞ്ഞിട്ടുണ്ട്. കാരണം എന്ന് വെച്ചാൽ രാഹുൽ ഗാന്ധിയുടെ സ്ഥാനാർത്ഥിത്വം, അതേപോലെ തന്നെ ശബരിമല വിഷയം, ഇതൊക്കെ ചേർന്നാണ് വലിയൊരു തിരിച്ചടി ഉണ്ടായതെന്ന് വിശദീകരിക്കാം. പക്ഷേ ഇത്തവണ അത്തരത്തിലൊരു സാഹചര്യം നിലനിൽക്കാത്തതുകൊണ്ട് തന്നെ സർക്കാർ വിരുദ്ധ തരംഗം എന്ന് പറയുന്നത് ഒരു അടിയൊഴുക്കായി പ്രവർത്തിച്ചാൽ അത് ഈ സർക്കാരിൻ്റെ മുന്നോട്ട് പോക്കിന് ഒരു പ്രതിച്ഛായ പ്രതിസന്ധി ഉണ്ടാക്കും. അതുകൊണ്ട് വലിയൊരു വിജയം നിശ്ചയമായും ഇടതുപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം അനിവാര്യമായ ഒരു തിരഞ്ഞെടുപ്പാണ് ഇപ്പോൾ നടക്കാൻ പോകുന്നത്. അതാണ് ഒരു കാരണം. രണ്ടാമത്തെ കാരണം, CPM-നെ സംബന്ധിച്ചത് വലിയൊരു ഒരു വളരെ നിർണായകമായ തെരഞ്ഞെടുപ്പാണ്. എന്താണ് അതിന് കാരണം? നമുക്കറിയാമല്ലോ, 2004 അവസാനമായി ഒരു ബെറ്റർ പെർഫോമൻസ് CPM ഒരു പാർട്ടി എന്നുള്ള നിലയ്ക്ക് ദേശീയ തലത്തിൽ കാഴ്ചവെച്ചത്. അന്ന് 43 സീറ്റുകളാണ് അഖിലേന്ത്യാ തലത്തിൽ CPM ഒറ്റയ്ക്ക് നേടിയത്. 26 സീറ്റുകൾ ബംഗാളിൽ നിന്നുണ്ട്, 12 സീറ്റ് കേരളത്തിൽ നിന്നുണ്ട്, ത്രിപുരയിൽ നിന്നും തമിഴ്നാട്ടിൽ നിന്നും 2 സീറ്റുകൾ വീതമുണ്ട്, ആന്ധ്രാപ്രദേശിൽ നിന്നൊരു സീറ്റുണ്ട്. അങ്ങനെ 43 സീറ്റുകളുടെ ഒരു വലിയ വിജയമാണ് 2004 CPM നേടിയതെങ്കിൽ 2009 ആകുമ്പോൾ സ്ഥിതി മാറുകയാണ്. അവിടെ മുതൽ CPM-ൻ്റെ ഒരു ഡിറ്റീരിയറേഷൻ തുടങ്ങുകയാണ്. 2004 6% വോട്ടും നേടിയിരുന്നു. 2009 വരുമ്പോൾ 16 സീറ്റുകളായിട്ട് അത് കുറയുന്നു. 2014 വരുമ്പോൾ അത് 9 സീറ്റുകളായിട്ട് കുറയുന്നു. 2019 വരുമ്പോൾ അത് 3 സീറ്റുകളായിട്ട് കുറയുന്നു. അതായത് കേരളത്തിൽ നിന്ന് 1 സീറ്റ്, തമിഴ്നാട്ടിൽ നിന്ന് 2 സീറ്റ്. ഇപ്പോഴത്തെ CPM-ൻ്റെ വോട്ട് ഷെയർ എന്ന് പറയുന്നത് 1.75 എന്നുള്ളതാണ്. അപ്പം അത് വലിയൊരു പ്രതിസന്ധിയാണ്. ഒരു ദേശീയ പാർട്ടി സ്റ്റാറ്റസ് നിലനിർത്താൻ CPM-ന് വലിയൊരു വിജയം കേരളത്തിൽ നിന്ന് അനിവാര്യമാണ്. അതുകൊണ്ടാണ് AK ബാലൻ പറയുന്നത് ഈ തെരഞ്ഞെടുപ്പ് വളരെ പ്രധാനമാണെന്ന്. അല്ലെങ്കിൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം എലിപ്പെട്ടിയിലോ അല്ലെങ്കിൽ ഈനാമ്പേച്ചിയിലോ മരപ്പെട്ടിയിലോ ഒക്കെ വോട്ട് ചെയ്യേണ്ട ഒരു സ്ഥിതി വരുമെന്ന് പറയുന്നത് CPM നേരിടുന്ന ദേശീയമായൊരു വിഷയമാണ് അദ്ദേഹം അതിനകത്ത് ഉയർത്തി കാണിച്ചിട്ടുള്ളത്. അപ്പോൾ ചുരുങ്ങിയതൊരു 8 സീറ്റെങ്കിലും കേരളത്തിൽ നിന്ന് CPM-ന് വിജയിച്ചേ പറ്റൂ. കാരണം എന്ന് വെച്ചാൽ 3 സംസ്ഥാനങ്ങളിൽ നിന്ന് ഒരു 11 സീറ്റ് ഉണ്ടെങ്കിലേ ദേശീയ പാർട്ടി സ്റ്റാറ്റസ് നിലനിർത്താൻ പറ്റുള്ളൂ. 8 സീറ്റ് കേരളത്തിൽ നേടുകയാണെങ്കിൽ 2 സീറ്റ് പഴയതുപോലെ തമിഴ്നാട്ടിൽ നിന്ന് കിട്ടുകയും 1 സീറ്റ് ബീഹാറിൽ നിന്നോ അല്ലെങ്കിൽ ബംഗാളിൽ നിന്നോ രാജസ്ഥാനിൽ നിന്നോ ഒക്കെ ലഭിക്കുകയാണ് എങ്കിൽ നിശ്ചയമായും ഈ 11 സീറ്റ് എന്ന് പറയുന്ന ടാർഗറ്റ് അച്ചീവ് ചെയ്യാൻ പറ്റും, ദേശീയ പാർട്ടി സ്റ്റാറ്റസ് കിട്ടും. അപ്പോൾ ഈ 2 കാരണങ്ങളാൽ ഒരു ജീവൻ മരണ പോരാട്ടമാണ് CPM-നെ സംബന്ധിച്ചിടത്തോളം, ഇടതുപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം കേരളത്തിലുള്ളത്. ഒന്ന്, സർക്കാരിൻ്റെ ഈ പ്രതിച്ഛായ പ്രശ്നങ്ങളെയൊക്കെ മറികടക്കാൻ 5 സീറ്റ് കിട്ടിയാൽ പോലും പറഞ്ഞു നിൽക്കാവുന്ന ഒരു കാര്യമാണ്. എന്നാൽ അത് പോരാ, ദേശീയ പാർട്ടി സ്റ്റാറ്റസ് കിട്ടുക എന്നുള്ള ആവശ്യമുള്ളതുകൊണ്ട് 8 സീറ്റെങ്കിലും കേരളത്തിൽ നേടണം. അതുകൊണ്ട് ഒരു വലിയ പോരാട്ടത്തിലാണ് ഇടതുപക്ഷം ഏർപ്പെട്ടിരിക്കുന്നത് എന്ന കാര്യത്തിൽ സംശയമില്ല. UDF-നെ സംബന്ധിച്ചിടത്തോളം ഈ തെരഞ്ഞെടുപ്പ് വളരെ നിർണായകമാണ്. കാരണം എന്ന് വെച്ചാൽ 2011, 2016 ഉമ്മൻചാണ്ടി സർക്കാരിന് 72 സീറ്റിൻ്റെ ഭൂരിപക്ഷമേ ഉള്ളൂ. 68 സീറ്റ് ഇടതുപക്ഷത്തിന് കിട്ടി. വളരെ നേരിയ ഭൂരിപക്ഷത്തിൽ അധികാരത്തിലെന്ന സർക്കാരാണ് ഉമ്മൻചാണ്ടി സർക്കാർ. അന്ന് വലിയ സമ്മർദ്ദമാണ് ഉമ്മൻചാണ്ടി നേരിട്ടിരുന്നത്. പ്രധാനമായും അത് ലീഗിൽ നിന്നുള്ള സമ്മർദ്ദമായിരുന്നു. അന്ന് അവർക്ക് 20 സീറ്റുണ്ട്. ആ 20 സീറ്റിൻ്റെ ബലത്തിൽ
അവർ 5 മന്ത്രിസ്ഥാനം വാങ്ങിച്ചു. 4 മന്ത്രിമാരെ ഉണ്ടായിരുന്നുള്ളൂ. 5ാമത്തെ മന്ത്രി വന്നതോടുകൂടി ആ മുന്നണിയിലൊരു വലിയ പ്രതിസന്ധി ഉണ്ടായി. എന്താണ് ആ പ്രതിസന്ധി? ആ മുന്നണിയിൽ ലീഗിൻ്റെ ആധിപത്യമാണെന്നും മുസ്ലിം ആധിപത്യമാണെന്നും പറഞ്ഞിട്ടുള്ള ഒരു വികാരം ഉണ്ടാകുന്നു ക്രിസ്ത്യൻ വിഭാഗങ്ങൾക്കിടയിലാണ്. ആ വിഭാഗം പിന്നീട് ആ മുന്നണി വിട്ടുപോകുന്നൊരു കാഴ്ചയാണ് നമ്മൾ ഏറ്റവും അവസാനം കാണുന്നത്. അപ്പോൾ 2016 അത് കൃത്യമായി റിഫ്ലക്റ്റ് ചെയ്തു. 2016 ഈ ക്രിസ്ത്യൻ വോട്ടെന്ന് പറയുന്നത് അകന്നു പോവുകയാണ്, ഇടതുപക്ഷത്തിലേക്ക് യോജിക്കുകയാണ്. അതേപോലെ തന്നെ മുസ്ലിം വോട്ട് ബാങ്കും പോയി 2016. അതുകൊണ്ടാണ് 91 എന്ന് പറയുന്ന വലിയ ഒരു വിജയം ഉണ്ടാക്കാൻ കഴിഞ്ഞത്. 2021 ഇതേ കാര്യം സംഭവിച്ചു. കുറച്ചുകൂടി ഇറോഷൻ ഉണ്ടായി. കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പ് എന്ന് പറയുന്ന പാർട്ടി ഈ മുന്നണി ഷിഫ്റ്റ് ചെയ്തു, സ്വിച്ച് ചെയ്ത് അപ്പുറത്തേക്ക് പോയി. അങ്ങനെയൊക്കെ ഇപ്പം കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പ് എന്ന് പറയുന്നത് നിശ്ചയമായും ഒരു പ്രത്യേക വിഭാഗം ക്രിസ്ത്യൻ റെപ്രസെൻറ്റേഷൻ തന്നെയാണ്. അപ്പോൾ അങ്ങനെ ഈ UDFിൻ്റെ വോട്ട് ബാങ്കിൽ ഒരു വലിയ ചോർച്ച 2019 ഞാൻ നേരത്തെ സൂചിപ്പിച്ച സാഹചര്യത്തിൽ അത്ഭുതകരമായൊരു വിജയമുണ്ടായെങ്കിൽ പോലും 2021 വീണ്ടും വലിയ തകർച്ചയാണ് UDFിനുണ്ടായത്. അപ്പോൾ UDFിനെ സംബന്ധിച്ച് UDFിൻ്റെ വോട്ട് ബാങ്കിൽ നിന്ന് അകന്നു പോയ ക്രിസ്ത്യൻ മുസ്ലിം വോട്ട് ബാങ്കിനെ തിരിച്ചു കൊണ്ടുവരിക എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അതുകൊണ്ടാണ് ഈ പറയുന്ന ഈ തെരഞ്ഞെടുപ്പ് വളരെ നിർണായകമാകാൻ പോകുന്നത്. നേരത്തെ നികേഷ് സൂചിപ്പിച്ചതുപോലെ 2024 നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ 12 13 സീറ്റുകളാണ് UDFിന് ലഭിക്കുന്നതെങ്കിൽ പിന്നെ 26 എന്ന് പറയുന്നത് ഒരു വലിയ പ്രശ്നമായിട്ട് ആ മുന്നണിക്ക് മുമ്പിൽ വരും. അപ്പോൾ അതുകൊണ്ട് അവരെ സംബന്ധിച്ചിടത്തോളം നേരത്തെ ഞാൻ ഈ LDFിൻ്റെ കാര്യം പറഞ്ഞതുപോലെ തന്നെയാണ് ഇവിടെ ഈ സംസ്ഥാനത്തെ അതിജീവനത്തിൻ്റെ പ്രശ്നം കൂടിയാണ് UDFിനെ സംബന്ധിച്ചിടത്തോളം. അവരുടെ ആ വോട്ട് ബാങ്ക് തിരിച്ചു കൊണ്ടുവരിക എന്നുള്ളത്. ഇനി ഒരു വിഭാഗം കൂടിയുള്ളത് BJP ആണ്. BJP ഒരു സീറ്റ് പോലും ഈ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ വിജയിക്കുമെന്ന് ഞാൻ കരുതുന്നില്ല. അത്തരത്തിലൊരു അക്കൗണ്ട് ഓപ്പണിങ് 2024 അങ്ങനെ ഒരു സാധ്യത ഞാൻ ഒരു മണ്ഡലത്തിലും കാണുന്നില്ല. എന്നാൽ ഈ 2024 BJPയുടെ ടാർഗറ്റായിട്ട് ഞാൻ മനസ്സിലാക്കുന്നത് അവരുടെ വോട്ട് ഷെയർ വലിയ രീതിയിൽ വർദ്ധിപ്പിക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ 2019 തെരഞ്ഞെടുപ്പിന് മുമ്പ് 2018 ഞാൻ ഈ അമിത്ഷാ എന്ന് BJPയുടെ അഖിലേന്ത്യാ അധ്യക്ഷനാണ്. 2018 ഞാൻ അമിത്ഷായെ ഇൻ്റർവ്യൂ ചെയ്തു. അപ്പോൾ അമിത്ഷായോട് ഞാനൊന്ന് ചോദിച്ചു, അന്ന് 14% വോട്ട് 2014 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ BJPക്ക് കിട്ടിയിരുന്നു. NDAക്ക് 15% വോട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പം ആ 15% വോട്ട് മാത്രമുള്ള നിങ്ങൾക്ക് എങ്ങനെയാണ് ഒരു സംസ്ഥാന തെരഞ്ഞെടുപ്പിൽ വലിയൊരു വിജയം പ്രതീക്ഷിക്കാനാവുക? നിങ്ങൾക്കൊരു സീറ്റ് പോലും ഓപ്പൺ ചെയ്യാൻ കഴിയില്ല എന്നാണ് ഞാൻ വിചാരിക്കുന്നത് എന്ന് ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞൊരു ഉദാഹരണമുണ്ട്. ഗുജറാത്തിൽ ഞങ്ങൾ അധികാരത്തിൽ വരുന്നതിന് തൊട്ടു മുമ്പ് നടന്ന തെരഞ്ഞെടുപ്പിൽ 11% ഞങ്ങളുടെ വോട്ട്. അവിടെ നിന്ന് ഞങ്ങൾ അധികാരത്തിലെത്തിയിട്ടുണ്ട്. മഹാരാഷ്ട്രയിൽ ഞങ്ങൾ അധികാരത്തിൽ വരുന്നതിന് മുമ്പ് തൊട്ടു മുമ്പുള്ള തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾക്ക് കിട്ടിയ വോട്ട് 9%. അവിടെ നിന്ന് ഞങ്ങൾ അധികാരത്തിൽ വന്നു. ഉത്തർപ്രദേശിൽ ഞങ്ങൾ അധികാരത്തിൽ വരുന്നതിന് തൊട്ടു മുമ്പ് നടന്ന തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾക്ക് കിട്ടിയ വോട്ട് 17%. അവിടെ നിന്ന് ഞങ്ങൾ ഉത്തർപ്രദേശ് പിടിച്ചു. അതുകൊണ്ട് നിങ്ങൾ ഈ പറയുന്ന കേരളത്തിലെ 15% എന്ന് പറയുന്നത് ചെറിയൊരു വോട്ട് ബേസ് ആയിട്ട് കാണണ്ട. അവിടെ നിന്ന് ഞങ്ങൾ വളരും, അതാണ് ഞങ്ങളുടെ പ്രോജക്റ്റ് എന്ന് പറയുന്നു. പക്ഷേ 2018 ഞാൻ ഈ ഇൻ്റർവ്യൂ നടത്തുന്നത്. 2019 പിന്നീട് നടന്ന 2021 പതറ്റിക്കായിരുന്നു BJPയുടെ പെർഫോമൻസ് എന്ന് പറയുന്നത്. 15% വോട്ട് 2019 നിലനിർത്തിയ BJP 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 11% കൂപ്പുകുത്തി. അപ്പോൾ BJPയെ സംബന്ധിച്ചിടത്തോളം ഇവിടെ വോട്ട് ഷെയർ വർദ്ധിപ്പിക്കുക എന്നുള്ളത് ഈ തെരഞ്ഞെടുപ്പിൽ വളരെ പ്രധാനമാണ്. വോട്ട് പെർസെൻറ്റേജ് 20% എങ്കിലും എത്തിക്കുക എന്നുള്ളതാണ് ആ പാർട്ടിയുടെ ലക്ഷ്യം. അതുകൊണ്ടൊരു സീറ്റ് അവർക്ക് കിട്ടില്ല. പക്ഷേ ഒരു 17 മുതൽ 20% വരെയുള്ള വോട്ട് ഷെയർ നേടിക്കഴിഞ്ഞാൽ പിന്നെ അവർക്ക് മുന്നോട്ടുള്ള വളർച്ച കുറച്ചുകൂടി എളുപ്പത്തിലാക്കാമെന്നും അത് ഈ പറഞ്ഞ കണക്ക് കേരള കോൺഗ്രസുകളെയൊക്കെ അവർ ലക്ഷ്യം വെക്കുന്നുണ്ട്, ക്രിസ്ത്യൻ വോട്ട് ബാങ്കിനെയൊക്കെ ലക്ഷ്യം വെക്കുന്നുണ്ട്. ആ രീതിയിൽ ഒരു 20% അല്ലെങ്കിൽ 17 to 20% വോട്ട് ഷെയർ ഉള്ളൊരു പാർട്ടിയാണ് എങ്കിൽ കുറച്ചുകൂടി ഘടകകക്ഷികൾ അങ്ങോട്ടേക്ക് എത്താനും വോട്ട് ബാങ്കുകൾ അങ്ങോട്ടേക്ക് ചേരാനും ഒക്കെയുള്ള സാധ്യത അവർ കണക്ക് കൂട്ടുന്നുണ്ട്. അപ്പോൾ ഈ അർത്ഥത്തിൽ BJPയെ സംബന്ധിച്ചിടത്തോളം സീറ്റ് കിട്ടിയില്ല എങ്കിലും വോട്ട് ഷെയർ വർദ്ധിപ്പിക്കുക എന്നുള്ളത് വളരെ പ്രധാനമാണ്. മാത്രമല്ല ഈ സംസ്ഥാനത്ത് BJPയുടെ സംസ്ഥാന നേതൃത്വത്തിന് ഇനി ഒരു എന്താ പറയുക, ദേശീയ നേതൃത്വത്തിന് മുമ്പിൽ പോയി എന്തെങ്കിലും ആവശ്യപ്പെടണമെങ്കിൽ തന്നെ ഈ പറയുന്നൊരു വളർച്ച ഇവിടെ ഉണ്ടാക്കേണ്ടത് സംസ്ഥാന ഘടകത്തിൻ്റെ ആവശ്യമാണ്. അപ്പോൾ ഈ 3 മുന്നണികളെ സംബന്ധിച്ചിടത്തോളവും കേരള രാഷ്ട്രീയത്തിൽ ഈ 2024 നടക്കാൻ പോകുന്ന തെരഞ്ഞെടുപ്പ് സുപ്രധാനമായി മാറിയിരിക്കുന്നു. ഒരു പക്ഷേ ഇത്രയധികം ഘടകങ്ങൾ വളരെ നിർണായകമായിട്ടുള്ളൊരു തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് എൻ്റെ ഒരു ഓർമ്മയിൽ തന്നെയില്ല. അതാണ് ഞാൻ പറഞ്ഞ് അവസാനിപ്പിക്കുമ്പോൾ LDFിനെ സംബന്ധിച്ച് CPMനെ സംബന്ധിച്ച് അതിൻ്റെ ദേശീയ പാർട്ടി സ്റ്റാറ്റസ് നിലനിർത്തുക എന്നുള്ളത് വളരെ പ്രധാനമായിരിക്കുന്നു. പിണറായി വിജയൻ സർക്കാരിൻ്റെ പ്രതിച്ഛായ വർദ്ധിക്കുന്നു, അല്ലെങ്കിൽ ആ പ്രതിച്ഛായയ്ക്ക് ഒരു പ്രതിസന്ധിയില്ല എന്ന് തെളിയിക്കുന്നതിന് വലിയ വിജയം അനിവാര്യമായിരിക്കുന്നു. UDFിനെ സംബന്ധിച്ച് അവരുടെ വോട്ട് ബാങ്കിൽ ഉണ്ടായിട്ടുള്ള ഇറോഷൻ തിരിച്ചു പിടിക്കുക, പ്രത്യേകിച്ച് സാമുദായിക വോട്ട് ബാങ്കുകൾ, അത് ക്രിസ്ത്യൻ മുസ്ലിം വോട്ട് ബാങ്കുകൾ, അവരുടെ കോൺഫിഡൻസിലേക്ക് കൊണ്ടുവരിക എന്നുള്ളത് വളരെ പ്രധാനമാകുന്നു. BJPയെ സംബന്ധിച്ച് അവരുടെ വോട്ട് ഷെയർ ഉയർത്തുക എന്നുള്ളത് വളരെ പ്രധാനമായിരിക്കുന്നു. ആ അർത്ഥത്തിൽ ഈ 3 മുന്നണികളും വലിയ മത്സരത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന ഒരു തിരഞ്ഞെടുപ്പാണ് ഈ നടക്കാനിരിക്കുന്ന 2024 തെരഞ്ഞെടുപ്പ്. ഓക്കെ, ഡോക്ടർ അരുൺ, വെൽക്കം. കടുത്ത ഒരു മത്സരം എവിടെയൊക്കെ പ്രതീക്ഷിക്കാം? ഇപ്പോൾ നമ്മൾ ഈ ഇരിക്കുന്ന 4 പേരിൽ 20 മണ്ഡലത്തിലും ഒരു തവണ പൂർത്തിയാക്കി അടുത്ത പ്രദക്ഷിണം സ്ഥാനാർത്ഥികളെക്കാൾ കൂടുതൽ ആ മണ്ഡലങ്ങളിലേക്ക് എത്തുന്ന ആളെന്ന നിലയിൽ എത്ര പ്രതീക്ഷിക്കാം? വോട്ട് ചിത്രം എങ്ങനെയൊക്കെയാണ് തെളിഞ്ഞിരിക്കുന്നത് ഇപ്പോൾ?
സുജയ, ഈ വോട്ട് വഴികൾ മൂന്ന് മുന്നണികളും വ്യത്യസ്തമായ വഴികളിലൂടെയാണ് സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത്. അവരുടെ ഡിസൈനൊക്കെ ഏറെക്കുറെ ശരിയായി വന്നുകൊണ്ടിരിക്കുന്ന ഒരു സമയത്താണ് നമ്മളിപ്പോൾ ചർച്ചയിലേക്ക് കടക്കുന്നത്. എനിക്ക് തോന്നുന്നു കേരളമടക്കം, ഇന്ത്യ അടക്കം ഓരോ മുന്നണികളുടെയും വിവിധ രാഷ്ട്രീയ കക്ഷികളുടെയും ഒക്കെ തന്ത്രങ്ങൾ എന്താണെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ടേയിരിക്കുന്നു. ഇനിയും ചിലത് വ്യക്തമാകാനുമുണ്ട്. ഞാൻ ദേശീയ രാഷ്ട്രീയത്തിൽ നിന്ന് തുടങ്ങി വന്നാൽ ഈ BJP യഥാർത്ഥത്തിൽ 2024 തെരഞ്ഞെടുപ്പിനെ കാണുന്നത് നിലവിൽ അവരാദ്യം സൂചിപ്പിച്ചതുപോലെ ഈ 400 എന്ന് പറയുന്ന ഒരു കണക്കിലേക്കല്ല പോകുന്നത്. പകരം അവർക്ക് അധികാരം നിലനിർത്തുക എന്നത് എങ്ങനെയും സാധ്യമാക്കണമെന്നൊരു ആവശ്യത്തിലേക്ക് മാറിയിരിക്കുന്നതായിട്ട് കാണാം. അതായത് 400 സീറ്റിൻ്റെ ആത്മവിശ്വാസത്തിൽ നിന്ന് 250-270 സീറ്റുകൾ എന്ന നിലയിലേക്ക് BJP റിയലിസ്റ്റിക്കായിട്ട് കണക്കുകൂട്ടിയിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും ഒടുവിൽ നമ്മൾ മനസ്സിലാക്കുന്നത്. അതിൻ്റെ കാരണം പല ഘട്ടങ്ങളിലും അവരുടെ തന്ത്രങ്ങൾ പല രീതിയിൽ മാറ്റുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. 2025 എന്ന വർഷത്തിൻ്റെ പ്രാധാന്യം നമ്മൾ പലപ്പോഴും ചർച്ച ചെയ്തതുപോലെ RSS അധികാരത്തിൽ അല്ലെങ്കിൽ RSS രൂപം കൊണ്ടതിന് ശേഷം 100 വർഷം പൂർത്തിയാക്കുന്നു. ഒരു ഹിന്ദു രാഷ്ട്രത്തിൻ്റെ പൂർണ്ണമായിട്ടുള്ള നിർമ്മിതിയിലേക്ക് മാറേണ്ട സമയമായി RSSനെ സംബന്ധിച്ച്. അതാണ് അവരുടെ പൊളിറ്റിക്കൽ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത്. ആ രാഷ്ട്രീയമായ ലക്ഷ്യം സാധൂകരിക്കണമെങ്കിൽ രാജ്യസഭയിലും ലോക്സഭയിലും അവർക്ക് ഭൂരിപക്ഷം ഉണ്ടാവുക, ചെറുതല്ലാത്ത ഭൂരിപക്ഷം ഉണ്ടാവണം. 3/4 ഭൂരിപക്ഷം ലോക്സഭയിലും ഒപ്പം തന്നെ പകുതിയിലധികം സംസ്ഥാനങ്ങളുടെ പിന്തുണയും രാജ്യസഭയിലും അവർക്ക് പിന്തുണയുണ്ടാവുകയും വേണം. അപ്പോൾ ആ രീതിയിലേക്ക് 2025 ആകുമ്പോഴേക്കും ഇന്ത്യയെ മാറ്റാൻ ആവശ്യമായ രാഷ്ട്രീയ പിന്തുണ 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ BJP ആഗ്രഹിക്കുന്നുണ്ട്. ലളിതമായി പറഞ്ഞാൽ ഭരണഘടനയെ പൂർണ്ണമായിട്ടും മാറ്റിയെഴുതത്തക്ക രീതിയിൽ കേശവാനന്ദ ഭാരതി കേസിൽ പറഞ്ഞിരിക്കുന്ന ബേസിക് സ്ട്രക്ചർ ഡോക്ട്രിൻ അഥവാ ഭരണഘടനയുടെ അടിസ്ഥാന തത്വങ്ങൾ പോലും മാറ്റിയെഴുതാനുള്ള അവകാശം പാർലമെൻറ്റിന് ലഭിക്കത്തക്ക രീതിയിലുള്ള ഒരു ഭരണഘടനാ ഭേദഗതിയിലേക്ക് 2025 ആകുമ്പോഴേക്കും എത്തണം. അതിനുള്ള ലോക്സഭാ കരുത്ത് ഇത്തവണ BJPക്ക് ഉണ്ടാകുമോ എന്നതാണ് ഞാൻ ഉറ്റുനോക്കുന്നത്. അതിൽ ആദ്യഘട്ടത്തിൽ BJP പ്രകടിപ്പിച്ച ആത്മവിശ്വാസം രണ്ട് രീതിയിലാണ്. ഒന്ന്, 400 എന്നൊരു ആത്മവിശ്വാസം BJP പ്രകടിപ്പിക്കുമ്പോൾ സ്വാഭാവികമായും മറുഭാഗത്തൊരു കണക്ക് വയ്ക്കാനില്ല എന്നുള്ളതാണ് BJPയെ സംബന്ധിച്ച് ആദ്യഘട്ടത്തിലുണ്ടായിരുന്ന വിജയം എന്ന് പറയുന്നത്. ഒരു സൈക്കോളജിക്കൽ വാറിൽ ആദ്യം ഇത്ര ലക്ഷ്യം ഞങ്ങൾ 400 എന്ന് പറയുന്ന ലക്ഷ്യത്തിലേക്ക് ഞങ്ങൾ അടുത്തിരിക്കുന്നു എന്ന് പറഞ്ഞാൽ മറുഭാഗത്ത് പ്രതിപക്ഷത്തെ സംബന്ധിച്ചൊരു കണക്ക് ചൂണ്ടിക്കാണിക്കാനില്ല എന്ന് മാത്രമല്ല, മത്സരിക്കുന്ന സീറ്റുകളിൽ പോലും ഇന്ത്യ മുന്നണി ഒരു ധാരണയിലെത്താത്ത ഘട്ടത്തിൽ അവരൊരു സൈക്കോളജിക്കലായിട്ടുള്ള മേൽക്കൈ നേടിയിരുന്നു. എന്നാൽ ഇപ്പോൾ തിരഞ്ഞെടുപ്പിൻ്റെ ആദ്യഘട്ടത്തിലേക്ക് അടുക്കുമ്പോൾ BJP ക്യാമ്പുകളിൽ നിന്ന് NDA ക്യാമ്പുകളിൽ നിന്ന് ഈ തിരഞ്ഞെടുപ്പിൽ വിജയിച്ചു കയറുക എന്ന ലക്ഷ്യത്തിലേക്ക് BJP മാറിയിട്ടുണ്ട്. അതിനായി എല്ലാ അടവുകളും അവർ ഉപയോഗിക്കുന്നു. അപ്രതീക്ഷിതമായി ഇടുത്തി പോലെ ഇലക്ടറൽ ബോണ്ടിൻ്റെ സുപ്രീം കോടതി വിധി വരുന്നത് അത് രാജ്യമൊട്ടാകെ ചർച്ച ചെയ്യുമ്പോൾ അഴിമതിക്കെതിരെ നിലപാട് സ്വീകരിച്ചൊരു പാർട്ടിയിൽ നിന്ന് അഴിമതിയെ രാഷ്ട്രീയവൽക്കരിച്ച പാർട്ടിയായി തെരഞ്ഞെടുപ്പിൽ മത്സരിക്കേണ്ടി വരുന്ന അവസ്ഥയുണ്ടാവുന്നത്, പൗരത്വ നിയമ ഭേദഗതിയുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ രാജ്യത്തെ ന്യൂനപക്ഷം ആശങ്കയായി ഉയർത്തിക്കാട്ടുന്നത്, ഇലക്ടറൽ ബോണ്ടിനെ മറികടക്കാൻ അരവിന്ദ് കെജ്രിവാളിനെ അകത്താക്കുമ്പോൾ ഇന്ത്യ മുന്നണി ഒരുമിച്ച് നിന്നുകൊണ്ട് അതിനെ പ്രതിരോധിക്കുന്നത്, ഇതെല്ലാം BJPയെ സംബന്ധിച്ച് ആശങ്കയുണ്ടാക്കുന്ന ഘടകങ്ങളാണ്. അതുകൊണ്ട് BJPയുടെ തിരഞ്ഞെടുപ്പ് വഴി എന്ന് പറയുന്നത് നേരത്തെ ഉദ്ദേശിച്ചിരുന്ന രാമക്ഷേത്രത്തിലേക്കുള്ള പാതയല്ല എന്നുള്ളത് ഏറെക്കുറെ ഉറപ്പാവുകയും വികസനം എന്നൊരു ആശയത്തെ മുൻനിർത്തിയുള്ള പ്രചരണമാണെങ്കിൽ യഥാർത്ഥത്തിലുള്ള കണക്കുകൾ അവരെ തിരിഞ്ഞടിക്കൊത്തുന്നു എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമായി മുൻപിൽ നിൽക്കുമ്പോഴാണ് പാചകവാതകത്തിൻ്റെ വില 100 കുറയ്ക്കാൻ തീരുമാനിക്കുന്നത്, പെട്രോളിൻ്റെയും ഡീസലിൻ്റെയും വില 2 രൂപ കുറയ്ക്കാൻ ശ്രമിക്കുന്നത്, ഏറ്റവും ഒടുവിൽ 2 മുഖ്യമന്ത്രിമാരെ ജയിലിനുള്ളിലേക്ക് പിടിച്ചിടാൻ തീരുമാനിക്കുന്നത്. നമ്മൾ കടുംവെട്ട് പ്രയോഗത്തിലേക്ക് BJP പോകുന്നത് ആ അർത്ഥത്തിലാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ BJPയുടെ വോട്ട് വഴി എന്ന് പറയുന്നത് അവരുടെ ലക്ഷ്യം നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഒരു ഹിന്ദു രാഷ്ട്രത്തിലേക്കുള്ള പൂർണ്ണമായിട്ടുള്ള മാറ്റത്തിന് ഈ തെരഞ്ഞെടുപ്പിനെ ഉപയോഗിക്കുക എന്നതായിരുന്നുവെങ്കിൽ ഇപ്പോൾ നിലനിൽക്കുക, അധികാരത്തിലേക്ക് എത്തുക എന്നതിലേക്കായി മാറിയിരിക്കുന്നു എന്നുള്ളതാണ് ആദ്യത്തെ ഘട്ടം. രണ്ടാമത്തത്, ഇനി അതിനെ സംബന്ധിച്ച് അതിനെ എതിർക്കുന്ന ഇന്ത്യ മുന്നണിയിൽ പ്രത്യേകിച്ച് കേരളത്തിലേക്ക് എത്തുമ്പോൾ അവിടെ LDFും UDFുമാണ്. BJP കേരളത്തിൽ ഞാൻ മനസ്സിലാക്കുന്നത് 20% വോട്ട് വിഹിതം വർദ്ധിപ്പിക്കുക എന്നതിൽ കവിഞ്ഞ് വലിയ അത്ഭുതമൊന്നും പ്രതീക്ഷിക്കുന്നില്ല. തൃശ്ശൂരിലും നേരത്തെ പ്രതീക്ഷിച്ച തിരുവനന്തപുരത്തും അവർ ഏറെക്കുറെ പ്രതീക്ഷ കൈവിട്ടിരിക്കുന്നുവെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം തൃശ്ശൂരിൽ കാര്യങ്ങൾ ഏകദേശം തീരുമാനമാകത്തക്ക രീതിയിൽ KM മുരളീധരൻ്റെ വരവോടുകൂടി അവിടുത്തെ രംഗം മാറിക്കഴിഞ്ഞിരിക്കുന്നു. തിരുവനന്തപുരത്ത്
ശശി തരൂർ അവിടെ വല്ലാത്ത ഒരു ലീഡ് നേടുകയും പന്ന്യൻ രവീന്ദ്രൻ ശക്തമായ മത്സരം കാഴ്ചവെക്കുകയും ചെയ്തതോടുകൂടിയും തിരുവനന്തപുരത്തിൻ്റെയും സാധ്യതകൾ മങ്ങുന്നു. വയനാട്ടിൽ നേരത്തെ സൂചിപ്പിച്ചതുപോലെ കെ സുരേന്ദ്രൻ തിരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ എത്തുന്നതോടുകൂടി വളരെ ഗൗരവമേറിയൊരു മത്സരം എന്നൊരു പ്രതീതി ജനിപ്പിക്കാൻ കഴിയും. ഒരുപക്ഷെ 1-1.5 ലക്ഷം വോട്ട് പിടിക്കുമെന്നതിനും അപ്പുറത്തേക്ക് കാര്യമായ ചലനമുണ്ടാക്കുന്നില്ല. എന്നാൽ നേരത്തെ ഇവിടെ പറഞ്ഞതുപോലെ CPM-ന്റെ ദേശീയ പദവി ആണ് ഈ തെരഞ്ഞെടുപ്പിൽ CPM നേരിടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു എക്സിസ്റ്റൻഷ്യൽ ക്രൈസിസ് അഥവാ അസ്തിത്വ പ്രശ്നം എന്ന് പറയുന്നത്. അപ്പോൾ CPM ഒരു അസ്തിത്വ പ്രശ്നം നേരിടുന്നുണ്ട് ഒരു ഭാഗത്ത്. കോൺഗ്രസ് ആകട്ടെ ദേശവ്യാപകമായ ഒരു അസ്തിത്വ പ്രശ്നം നേരിടുന്നുണ്ട്. കോൺഗ്രസിന് ഈ തെരഞ്ഞെടുപ്പ് കൂടി പരാജയപ്പെട്ടാൽ അവരുടെ കയ്യിലുള്ള 19%, ഏകദേശം 11 കോടി വോട്ടർമാർ 2019 വോട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിലൊരു 25% കൂടി അവർക്ക് നഷ്ടപ്പെട്ടാൽ ഒരുപക്ഷെ തൃണമൂൽ കോൺഗ്രസിനേക്കാൾ കുറഞ്ഞ വോട്ട് ബലമുള്ള പാർട്ടിയായിട്ട് അവർ മാറും. ഒരു ഭാഗത്ത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് മാത്രം ഒരു പാൻ ഇന്ത്യൻ പൊളിറ്റിക്കൽ സ്റ്റാറ്റസ് ഉണ്ടെങ്കിൽ അത് ഈ തെരഞ്ഞെടുപ്പ് കഴിയുന്നതോടുകൂടി നഷ്ടപ്പെടാതിരിക്കുക എന്നത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ഇപ്പോഴും ഒരു ബാർഗെയിനിങ് പൊളിറ്റിക്കൽ പവറാണ്, ഒരു നാഷണൽ സാന്നിധ്യമാണ്, ഒരു ദേശീയ സാന്നിധ്യമാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്നുള്ളത് കണക്കുകളിൽ നിന്നത് വ്യക്തവുമാണ്. ഇനി നമ്മൾ കേരളത്തിലേക്ക് എത്തിയാലോ? കേരളത്തിലേക്ക് എത്തിയാൽ LDF-നെ സംബന്ധിച്ചിടത്തോളം 2 പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങളാണ്. ഒന്ന്, 2 വർഷത്തിന് ശേഷം വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ്. ആ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കഴിഞ്ഞ വർഷത്തെ പോലെയുള്ള ഒരു പൊളിറ്റിക്കലായിട്ടുള്ള രാഷ്ട്രീയമായിട്ടുള്ള ഒരു കംഫർട്ടബിളായ ഒരു സിറ്റുവേഷനിലല്ല അവരുള്ളത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതിൻ്റെ കാരണം എന്താണ്? സാമ്പത്തിക പ്രതിസന്ധി, ജനക്ഷേമ പദ്ധതികൾ നടപ്പിലാക്കാൻ കഴിയാതെ പോകുന്നത്. രാഷ്ട്രീയ വിഷയങ്ങളിലെല്ലാം കേരളത്തിലെ ന്യൂനപക്ഷത്തെയും കേരളത്തെ പാർശ്വവൽക്കരിക്കപ്പെട്ടവരോടൊപ്പമാണ് മനസ്സെങ്കിലും അടിസ്ഥാനമായി വോട്ട് തീരുമാനിക്കുന്ന ജനകീയ വിഷയങ്ങളിൽ ഈ സർക്കാർ നിരന്തരമായി വെല്ലുവിളി നേരിടുന്നു എന്നുള്ളത് സർക്കാരിനെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ട പ്രശ്നമാണ്. അതിനെ മറികടക്കുക എന്നുള്ളത് വളരെ ബുദ്ധിമുട്ടേറിയ ഒരു കാര്യമാണ്. അതുകൊണ്ടാണ് ദേശീയ പാർട്ടി പദവി നിലനിർത്താൻ കേരളത്തിൽ നിന്ന് 5 സീറ്റുകൾ മാത്രം ലഭിച്ചാൽ പോരാ എന്ന തിരിച്ചറിവ് CPM-നുണ്ട്. അതുകൊണ്ടാണ് ഈ തെരഞ്ഞെടുപ്പിൽ നിങ്ങൾ വോട്ട് കേന്ദ്രത്തിലേക്കുള്ള വോട്ടല്ല, പകരം CPM-ന് പാർട്ടി ചിഹ്നം നഷ്ടപ്പെടാതിരിക്കാനുള്ള വോട്ടാണ് എന്നാണ് അടിസ്ഥാനമായി പാർട്ടി പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ആ ഒരു ക്യാമ്പയിനാണ് കേരളത്തിൽ നടക്കുന്നത്. അപ്പോൾ CPM-ന്റെ വോട്ട് വഴി വളരെ വ്യക്തമാണ്. പക്ഷേ 8 സീറ്റുകൾ ലഭിക്കുക എന്നുള്ളത് നിലവിലത്തെ കേരളത്തിൻ്റെ പശ്ചാത്തലത്തിൽ ബുദ്ധിമുട്ടേറിയതാണെന്ന് പാർട്ടി മനസ്സിലാക്കുന്നു. ഇനി എവിടെയാണ് കൂടുതൽ സീറ്റ് ലഭിക്കാൻ സാധ്യതയുള്ളത്? തമിഴ്നാട്ടിൽ നേറിപ്പോയാൽ 2 സീറ്റ്, പരമാവധി 2 സീറ്റിലാണ് അവർ മത്സരിക്കുന്നത്. ഏറെക്കുറെ ഡിണ്ടിഗലിലും മധുരയിലും അവർക്ക് അനുകൂലമായ സാഹചര്യവുമുണ്ട്. അത് കഴിഞ്ഞാൽ പിന്നെ സീറ്റ് ഒരു പക്ഷേ രാജസ്ഥാനിൽ കോൺഗ്രസ് വിട്ടുകൊടുക്കുന്ന ശിക്കാ സീറ്റോ അതല്ലെങ്കിൽ ജാർഖണ്ഡിൽ JMM വിട്ടുകൊടുക്കുന്ന സീറ്റിലോ മത്സരിക്കേണ്ടി വരുന്നു. പിന്നീട് ബീഹാറിൽ ഒരുപക്ഷെ നിതീഷ് കുമാർ പോകുന്ന ഘട്ടത്തിൽ ഇനി വരാൻ പോകുന്ന മഹാഗഠബന്ധന്റെ ഭാഗമായി അവർ വിട്ടുകൊടുക്കുന്ന സീറ്റുകളിലായിരിക്കും CPM മത്സരിക്കാൻ പോകുന്നത്. ഓർമ്മിക്കൂ, ദേശീയ പാർട്ടി പദവിക്ക് 3 സംസ്ഥാനങ്ങളിൽ നിന്ന് മിനിമം 6% വോട്ടോ അതല്ലെങ്കിൽ 4 സീറ്റുകൾ ഉണ്ടാവുകയോ ചെയ്യണം. അതല്ലെങ്കിൽ 4 സംസ്ഥാനങ്ങളിൽ നിന്നായി 11 സീറ്റുകൾ ഉണ്ടാവണം. നിലവിൽ ഇത് രണ്ടും അസംഭവ്യമായ ഒരു സാഹചര്യത്തിലാണ് CPM നിൽക്കുന്നത്. CPM ഒരു എക്സിസ്റ്റൻഷ്യൽ ക്രൈസിസ് അഥവാ അസ്തിത്വ പ്രശ്നം നേരിടുന്നുണ്ട്. ഈ തെരഞ്ഞെടുപ്പിൽ അതിനെ മറികടക്കുക എന്നതാണ് CPM-ന്റെ മുന്നിലുള്ള വഴി. അപ്പോൾ വോട്ടിൻ്റെ വഴി വ്യക്തമാണ്. BJP-യെ സംബന്ധിച്ച് ഈ തെരഞ്ഞെടുപ്പ് ജയിച്ചു കയറുക എന്നതായി മാറിയിട്ടുണ്ട്. കോൺഗ്രസിനെ സംബന്ധിച്ച് ഈ തെരഞ്ഞെടുപ്പിൽ ഒരു പ്രതിപക്ഷ നേതാവിനെ സൃഷ്ടിക്കുക മിനിമം, അതിനുമപ്പുറത്തേക്ക് കഴിഞ്ഞ വർഷത്തെ 11 കോടി വോട്ടർമാരുടെ കണക്കിൽ നിന്ന് 19%-ൽ നിന്ന് 25-26%-ലേക്ക് വോട്ട് ശതമാനം വർദ്ധിപ്പിച്ച് ഒരു ദേശീയ സാന്നിധ്യമായി തുടരുക എന്നതാണ് കോൺഗ്രസിനെ സംബന്ധിച്ച്. കഴിയുമെങ്കിൽ റീജിയണൽ പാർട്ടികളുടെ സാന്നിധ്യത്തോടു കൂടി ഒരു പക്ഷേ 2004 ആവർത്തിക്കുക. അതാണ് ശശി തരൂർ പറയുന്നത്. ആ 2004 ആവർത്തിക്കാനുള്ള സാധ്യതയിലേക്കുള്ള രാഷ്ട്രീയ സാഹചര്യം ഒരുങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഇതാണ് ഏറെക്കുറെ ഒരു വോട്ട് ചിത്രമായി ഞാൻ മനസ്സിലാക്കുന്നത്. കേരളത്തിൽ BJP-യെ സംബന്ധിച്ചിടത്തോളം 13%-ൽ നിന്ന് 20%, 7% വോട്ടിൻ്റെ വർധനമുണ്ടാവണം. അതിനവർ പ്രതീക്ഷയർപ്പിക്കുന്ന മണ്ഡലങ്ങൾ നിലവിൽ തൃശ്ശൂർ, തിരുവനന്തപുരം, ഒപ്പം ഇപ്പോൾ പത്തനംതിട്ടയുമാണ് പാർട്ടി ഏറ്റവും കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പക്ഷേ എന്നാൽ അടിസ്ഥാനമായി ഇപ്പോൾ ഒരു തരംഗം കേരളത്തിൽ, ഒരു ഇൻവിസിബിൾ ആയിട്ടുള്ള തരംഗം രൂപപ്പെട്ടിരിക്കുന്നു. അത് ദേശീയ പൗരത്വ വിഷയത്തിൽ, ഇലക്ടറൽ ബോണ്ടിൻ്റെ വിഷയത്തിൽ രൂപപ്പെട്ടിരിക്കുന്നു. മോദിയുടെ പ്രതിച്ഛായ എന്നുള്ള 2 ആഴ്ച മുമ്പിലത്തെ ഒരു രാഷ്ട്രീയ കാറ്റ് കേരളത്തിലില്ല എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അത് ഇടിഞ്ഞിരിക്കുന്നു എന്നതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഒപ്പം രാഹുൽ ഗാന്ധിയുടെ വരവോടുകൂടി മറ്റൊരു അദൃശ്യ തരംഗം രൂപപ്പെടാനുള്ള സാധ്യതയുണ്ട് വരുന്ന നാളുകളിൽ.
ഓക്കെ ഡോക്ടർ അരുൺ, എൻ്റെ അഭിപ്രായത്തിലേക്ക് വന്നാൽ വോട്ട് വഴി തെളിഞ്ഞോ എന്ന് ചോദിക്കുമ്പോൾ അതിൽ അസ്തമനത്തിലേക്കുള്ള വഴി രണ്ട് പാർട്ടികൾക്ക് തെളിഞ്ഞു നിൽക്കുകയാണ്. ആ തെളിച്ചം ഈ തെരഞ്ഞെടുപ്പോടുകൂടി പൂർത്തിയാവുകയും കൃത്യമായ ഒരു ചിത്രത്തിലേക്ക് എത്താനും പോകുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. അത് രണ്ട് പാർട്ടികൾ എന്ന് പറയുന്നത് CPIM-ഉം കോൺഗ്രസുമാണ്. കോൺഗ്രസ് ദേശീയ തലത്തിൽ തന്നെ ഒരു അസ്തമനത്തിൻ്റെ പാതയിലേക്ക് പോകുന്ന ഒരു തെരഞ്ഞെടുപ്പായിരിക്കും 2024 സംഭവിക്കാൻ പോകുന്നത്. അതിൽ ഇപ്പോൾ കയ്യിൽ പണമില്ല, ഞങ്ങളുടെ അക്കൗണ്ടുകൾ ഫ്രീസ് ചെയ്തിരിക്കുകയാണ്, അങ്ങനെയൊക്കെയുള്ള മുൻകൂർ ജാമ്യമെടുക്കൽ നമ്മൾ സോണിയാഗാന്ധി അടക്കമുള്ള മല്ലികാർജ്ജുൻ ഖർഗെ അടക്കമുള്ള നേതാക്കളിൽ നിന്ന് കണ്ടു കഴിഞ്ഞു. അതുകൊണ്ട് ഫണ്ട് ഇല്ലാത്തത് കൊണ്ട് തോറ്റു. നിങ്ങൾ എന്തുകൊണ്ട് തോറ്റു എന്ന് ചോദിക്കുമ്പോൾ താത്വികമായി പറയാതെ ഞങ്ങൾക്ക് ഫണ്ട് ഇല്ലാത്തത് കൊണ്ട് തോറ്റു, BJPയുടെ കയ്യിൽ ഫണ്ടുണ്ടായിരുന്നു, ഇലക്ട്രൽ ബോണ്ടിൻ്റെ ഫണ്ടുണ്ട്, ആ ഫണ്ടുണ്ട് എന്നൊക്കെ പറഞ്ഞ് ആ ഫണ്ട് ഉള്ളത് കൊണ്ട് അവർ ജയിച്ചു, ഫണ്ട് ഇല്ലാത്തത് കൊണ്ട് ഞങ്ങൾ തോറ്റു എന്നുള്ള ഒരു ഉത്തരവ് എഴുതാനുള്ള കടലാസ് ഇപ്പോൾ തന്നെ വരയിട്ട് വെച്ചിരിക്കുകയാണ് കോൺഗ്രസ്. CPIM-ന്റെ കാര്യം നിങ്ങൾ എല്ലാവരും സൂചിപ്പിച്ചതുപോലെ തന്നെ ഒരു ദേശീയ പാർട്ടി പദവി, ആ ദേശീയ പാർട്ടി പദവി പോകുന്ന ഒരു അസ്തമനത്തിൻ്റെ പാത ഞാൻ CPIM-ന്റെ കാര്യത്തിൽ ഇപ്പോൾ മുന്നിൽ കാണുന്നുണ്ട്. അത് മറികടക്കണമെന്നുണ്ടെങ്കിൽ കേരളത്തിൽ അത്ഭുതങ്ങൾ സംഭവിക്കണം. നിലവിലെ സാഹചര്യത്തിൽ UDF അവരുടെ സിറ്റിംഗ് സീറ്റുകളിലെല്ലാം തന്നെ ശക്തമായ രീതിയിൽ അവരുടെ സാന്നിധ്യമുണ്ട് എന്നാണ് പ്രതീക്ഷിക്കുന്നത്. 2020 എന്നവർ പറയുമ്പോൾ അതിൽ 14 വരെ അവർക്ക് കിട്ടാനുള്ള ഒരു സാധ്യത അവിടെ നിലനിൽക്കുകയും NDA അക്കൗണ്ട് തുറക്കുകയും ചെയ്താൽ, ഞാൻ കണ്ടീഷൻസ് മാത്രമാണ് പറയുന്നത്, അപ്പോൾ അങ്ങനെയും ആണെങ്കിൽ കേരളത്തിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് പോലെ ഒരു വളർച്ചയൊന്നും ഇടതുപക്ഷത്തിന് CPIM-ന് പ്രത്യേകിച്ചും പ്രതീക്ഷിക്കാൻ കഴിയില്ല എന്നുള്ളതാണ്. പിന്നെ പ്രധാനമായും ഇപ്പോൾ ചർച്ചയാകുന്നത്, നാട്ടുകാരൊക്കെ കൂടുതലായും പറയുന്നത് ഇവരങ്ങോട്ടും ഇങ്ങോട്ടും വോട്ട് മറിക്കുമോ, അതായത് BJP കേരളത്തിൽ വരാതിരിക്കാൻ അല്ലെങ്കിൽ NDA കേരളത്തിൽ ഒരു മണ്ഡലത്തിൽ പോലും ജയിക്കാതിരിക്കാനായി പാലക്കാട്ട് E. ശ്രീധരൻ തോറ്റതുപോലെ എങ്ങനെയാണ്, ഇതാണ് നാട്ടുകാരുടെ ഒരു ഭാഷ്യം. അപ്പോൾ അതിൽ സ്വാഭാവികമായും അങ്ങനെയുള്ള ചർച്ചകളും നടക്കുമല്ലോ. അന്തർധാര സജീവമാണോ? പരസ്പരമുള്ള ആരോപണങ്ങളുമായി നേതാക്കൾ തന്നെയാണ് ഈ അന്തർധാര ആരോപണം ഇപ്പോൾ ശക്തമാക്കിയിരിക്കുന്നത്. CPIM അല്ലെങ്കിൽ LDF പറയും കോൺഗ്രസും BJP-യും തമ്മിലാണ് ഈ അന്തർധാര സജീവമായി നിൽക്കുന്നതെന്ന്. കോൺഗ്രസ് പറയും CPIM-ഉം BJP-യും തമ്മിലാണ്, അതായത് തൃശ്ശൂരിലെ സഹായത്തിൻ്റെ ബാക്കി വടകരയിൽ കാണാമെന്ന്. അപ്പോൾ യഥാർത്ഥത്തിൽ ഈ അന്തർധാരയുണ്ടോ എന്നത് ഓരോ പാർട്ടികൾക്കും ഓരോ മണ്ഡലത്തിലും ലഭിക്കുന്ന വോട്ട് വിഹിതത്തിൽ നിന്ന് നമുക്ക് കൃത്യമായി മനസ്സിലാക്കാൻ കഴിയും. ജൂൺ 4 ഇതിൻ്റെ ഒരു കൃത്യമായ ഒരു ഉത്തരത്തിലേക്കും ഒരു അനാലിസിസിലേക്കും നമുക്ക് എത്താൻ കഴിയും. അപ്പോൾ ആ അന്തർധാരയുണ്ടോ എന്നുള്ളതിൻ്റെ ഒരു ടെസ്റ്റിമോണിയായി മാറും ഈ തെരഞ്ഞെടുപ്പ് ഫലം എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഇത്തവണ ഈ വോട്ട് മറിക്കൽ നടക്കുന്നുണ്ടോ, അങ്ങനെയാണോ ജയത്തിലേക്ക് എത്തുന്നത് തുടങ്ങിയ കാര്യങ്ങൾ. അതോടൊപ്പം തന്നെ അടൂർ പ്രകാശ് പോലെയുള്ള സ്ഥാനാർത്ഥികൾ പണം നൽകുന്നതിനെക്കുറിച്ച് അല്ലെങ്കിൽ മദ്യം കൊടുക്കുന്നതിനെക്കുറിച്ച്, വോട്ടർമാരെ സ്വാധീനിക്കുന്നതിനെക്കുറിച്ച്, അങ്ങനെയൊക്കെയുള്ള പല ആരോപണങ്ങളും ഓരോ എതിർ സ്ഥാനാർത്ഥിയും ഉയർത്തിവിടുകയാണ്. അതിനുശേഷമുള്ള ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം, നേരത്തെ നികേഷ് സാറ് വളരെ കൃത്യമായി ചൂണ്ടിക്കാണിച്ചതുപോലെ ഒരു പ്രീണനത്തിൻ്റെ രാഷ്ട്രീയം ഇവിടെ തെളിയുന്നുണ്ട്. സാർ പ്രീണനത്തിൻ്റെ രാഷ്ട്രീയം എന്നല്ല പറഞ്ഞത്, കൃത്യമായി വോട്ട് ബാങ്ക് ഉറപ്പിച്ചു നിർത്തുന്നതിനായിട്ടുള്ള സമീപനത്തെക്കുറിച്ചാണ് സാർ സൂചിപ്പിച്ചത്. അപ്പോൾ അങ്ങനെയുള്ള ഒരു പ്രീണന തന്ത്രം കൃത്യമായി പയറ്റുന്നുണ്ട് എന്ന് വ്യക്തമാക്കുന്നതാണ് മുഖ്യമന്ത്രിയുടെ അടക്കമുള്ള ഈ തെരഞ്ഞെടുപ്പ് പരിപാടികളിലെ അല്ലെങ്കിൽ മറ്റു പരിപാടികളിൽ വന്നതിന് ശേഷമുള്ള സംഭാഷണം എന്നുള്ളതാണ്. അതിലിപ്പോൾ CAA എടുത്തായാലും രാമക്ഷേത്രം എടുത്തായാലും ഏത് വിഷയമാണെങ്കിലും അതിലൂടെ കൃത്യമായി തങ്ങളുടെ ഭാഗത്തേക്ക് വരേണ്ട വോട്ടുകൾ ഏതാണെന്ന് മനസ്സിലാക്കി ആ വോട്ടുകൾ ഉറപ്പിച്ചു നിർത്താനായിട്ടുള്ള ഒരു തന്ത്രം കൃത്യമായി ഇടതുമുന്നണി പയറ്റുന്നുണ്ട്. കോൺഗ്രസും ഏകദേശം ആ വഴിക്ക് നടന്നു നോക്കുന്നുണ്ട്. പക്ഷേ അവർക്ക് തെറ്റിപ്പോകുന്നത്, ഒരു വഴി രണ്ടായി നിൽക്കുമ്പോൾ ഇടത്തേക്ക് പോകണോ വലത്തേക്ക് പോകണോ, അതായത് ഹിന്ദുത്വയിലേക്ക് പോകണോ അതോ ഇപ്പുറത്തെ പ്രീണനത്തിലേക്ക് പോകണോ എന്നുള്ള ആ ഒരു സ്പ്ലിറ്റിൽ നിൽക്കുമ്പോൾ കോൺഗ്രസ് ഒരു സ്റ്റിൽ മൊമെന്റിലാണ് കുറച്ചു കാലം നിൽക്കുന്നത്. അതായത് മറ്റ് സംസ്ഥാനങ്ങളിൽ പോയി BJP-യേക്കാൾ വലിയ BJP ആകാൻ നോക്കുന്ന കോൺഗ്രസിനെ പാളുന്നത് നമ്മൾ കണ്ടതാണ്. അപ്പോൾ യഥാർത്ഥത്തിൽ ഒരു അസ്തമനത്തിൻ്റെ പാതയിലാണ് എന്ന് കോൺഗ്രസ് ഇപ്പോഴും തിരിച്ചറിയുന്നില്ല. പഴയ ആ ഒരു പ്രാമാണിത്വം അല്ലെങ്കിൽ നേരത്തെ ഈ നാടുവാഴികൾ ഒക്കെ ഉണ്ടായിരുന്ന കാലത്തേതുപോലെ ഞങ്ങളാണ് ഇപ്പോഴും നാടുവാഴികൾ എന്ന് വിചാരിച്ചിരിക്കുകയാണ്. പക്ഷേ ആ നാടുവാഴികളുടെയൊക്കെ ആ ഒരു പാരമ്പര്യം മാത്രമേ ഉള്ളൂ. യഥാർത്ഥത്തിൽ ഇപ്പോൾ ഒന്നും കയ്യിലില്ല, അതായത് കിഴി എറിഞ്ഞു കൊടുക്കാനായിട്ടുള്ള കിഴിയിൽ ഒന്നുമില്ല എന്ന പാർട്ടിയുടെ അധ്യക്ഷൻ തന്നെ പറയുന്ന കാലമാണ്. അത് കോൺഗ്രസിന് മനസ്സിലാകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ മത്സരിക്കുമ്പോൾ ഇരുഭാഗത്തും തുല്യശക്തികളാണെങ്കിലാണ് അത് ഒരു മത്സരം എന്ന രീതിയിൽ നമുക്ക് പറയാൻ കഴിയുക. ഇതിപ്പോൾ പണ്ടേ ദുർബല ഇപ്പോൾ ഗർഭിണി എന്നുള്ള മട്ടിലാണ് ഇപ്പോൾ കോൺഗ്രസിൻ്റെ ഒരു അവസ്ഥ എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. അതുകൊണ്ട് തന്നെ ഈ തെരഞ്ഞെടുപ്പിൽ എങ്ങനെയാണ് കോൺഗ്രസ് വോട്ട് വഴി തെളിക്കാൻ പോകുന്നത്, നേരത്തെ ഉണ്ടായിരുന്നത് പോലെ ആളുകളിലേക്ക് കൃത്യമായി എത്താൻ കോൺഗ്രസിന് കഴിയുന്നുണ്ടോ, വോട്ട് ഉറപ്പിക്കാൻ കഴിയുന്നുണ്ടോ, അവിടെയാണ് ഇടതുപക്ഷത്തിന് ഒരു സാധ്യത അല്ലെങ്കിൽ CPIM-ന് ഒരു സാധ്യത കേരളത്തിലുള്ളത്. കോൺഗ്രസ് എങ്ങനെയാണോ വോട്ടുറപ്പിച്ചിരുന്നത് ആ രീതിയിൽ പോകാൻ അവർക്ക് കഴിയാത്തൊരു സാഹചര്യം നിലവിലുണ്ട്. അപ്പോൾ കൃത്യമായി പാർട്ടിയിലേക്ക് വരേണ്ട വോട്ടുകൾ നേരത്തെ പറഞ്ഞതുപോലെ BJP-ക്കെതിരായ മതേതരത്വം ഇല്ലാതാക്കുന്ന BJP-ക്കെതിരായ ശക്തമായ സാന്നിധ്യം ഞങ്ങളാണ്. അതാണ് CPIM-ന്റെ ഏറ്റവും പ്രധാനപ്പെട്ട നറേറ്റീവ്. ആ നറേറ്റീവ് കൃത്യമായി ആളുകളിലേക്ക് എത്തിക്കാൻ കഴിഞ്ഞാൽ കേരളത്തിൽ നിന്ന് അവർക്ക് ദേശീയ പാർട്ടി പദവി നിലനിർത്താൻ കഴിയുന്നത്ര സീറ്റുകളിലേക്ക് എത്താൻ കഴിയും. പക്ഷേ അങ്ങനെ ആ രീതിയിലുള്ള ഒരു ആഖ്യാനത്തിലേക്കും കൃത്യമായ വോട്ടുറപ്പിക്കലിലേക്കും പാർട്ടി കടക്കണം. അതല്ലാതെ മറ്റു
വിഷയങ്ങളിൽ തെന്നിത്തെറിച്ച് പോകുമ്പോൾ നിങ്ങൾ നടത്തുന്നത് ന്യൂനപക്ഷ പ്രീണനമാണ് എന്ന് BJPയും കോൺഗ്രസും ആവർത്തിച്ച് പറയുമ്പോൾ ആ ട്രാപ്പിലേക്ക് വീണാൽ ദേശീയ പാർട്ടി പദവി പോവുകയും ചെയ്യും, കിട്ടേണ്ട വോട്ടുകൾ കിട്ടാതെ പോവുകയും ചെയ്യും, വലിയൊരു നഷ്ടത്തിലേക്ക് CPIM പോവുകയും ചെയ്യും. ഇതിൽ സർക്കാർ വിരുദ്ധത എന്ന് പറയുന്ന ഒരു പ്രധാനപ്പെട്ട ഘടകം ഇവിടെ കൃത്യമായി വരുമെന്നുള്ളത് ഉറപ്പാണ്. അത് ഇപ്പോൾ രണ്ടാം ടൈമിലേക്ക് വരുമ്പോൾ അത് സ്വാഭാവികമായി ഉണ്ടാകുന്ന ഒരു കാര്യമാണ്. ഇടതുപക്ഷത്തിന് ഒരു തിരിച്ചടിയായി മാറാൻ പോകുന്നത് ഇപ്പോൾ K. രാധാകൃഷ്ണൻ മന്ത്രിയടക്കം മത്സരിക്കുന്നുണ്ട്, പൊളിറ്റ് ബ്യൂറോ അംഗം മത്സരിക്കുന്നുണ്ട്. അപ്പോൾ ഇടതുപക്ഷത്തിനൊരു തിരിച്ചടിയാകാൻ പോകുന്നത് ഈ ഒരു ഭരണവിരുദ്ധ വികാരം, അത് സെക്കൻഡ് ടേമിലേക്ക് വരുമ്പോൾ, അത് കേന്ദ്രത്തിലായാലും കേരളത്തിലായാലും സെക്കൻഡ് ടേമിലേക്ക് വരുമ്പോൾ ഫസ്റ്റ് ടൈമുമായിട്ടുള്ള ഒരു കമ്പാരിസൺ സ്വാഭാവികമായും വരും. ആ കമ്പാരിസൺ ഇവിടെ സംഭവിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ആ സർക്കാർ വിരുദ്ധത, അല്ലെങ്കിൽ പെൻഷൻ കിട്ടാത്തത്, വിലക്കയറ്റം, അങ്ങനെ പല വിഷയങ്ങൾ, അതിലെ ആ സർക്കാർ വിരുദ്ധത ആളുകളിലേക്ക് കൂടുതലായി കൊണ്ടുചെന്ന് ആഴത്തിൽ പ്രതിഫലിപ്പിക്കാൻ കോൺഗ്രസിന് കഴിഞ്ഞാൽ അവർക്ക് പഴയ സീറ്റുകൾ നിലനിർത്താനുള്ള ഒരു സാധ്യത അവിടെ നിലനിൽക്കുന്നുണ്ട്. അവിടെയാണ് BJP എങ്ങനെയാണ് കേരളത്തിന്റെ ഒരു വോട്ട് വഴിയിൽ എൻട്രി നടത്താൻ പോകുന്നത് എന്നുള്ള പ്രധാനപ്പെട്ട ചോദ്യം. ഇപ്പോൾ രാഹുൽ ഗാന്ധിക്കെതിരെ വയനാട്ടിൽ K. സുരേന്ദ്രനെ മത്സരിപ്പിക്കുന്നത് അത് K. സുരേന്ദ്രൻ ജയിക്കുമെന്ന് കരുതിയിട്ടാണ് എന്നൊന്നും ഞാൻ കരുതുന്നില്ല. കാരണം അവിടുത്തെ വോട്ടുകളുടെ കൃത്യമായിട്ടുള്ള ഒരു പാറ്റേൺ നമ്മൾ എടുത്തു നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ BJPക്ക് വലിയ സ്വാധീനമില്ലാത്ത നിയമസഭാ മണ്ഡലങ്ങളുണ്ട്. ഈ 7 കോൺസ്റ്റിറ്റ്യുവൻസി നമ്മൾ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ സാമാന്യം ഒരു 30,000 വോട്ടുകൾക്കപ്പുറത്തേക്ക് പോകാൻ കഴിയാത്ത നിയമസഭാ കോൺസ്റ്റിറ്റ്യുവൻസികളുണ്ട്. അപ്പോൾ അതൊക്കെ ഒരു യാഥാർത്ഥ്യമായി നിൽക്കുമ്പോൾ അവിടെ വോട്ടുയർത്തുക, രാഹുൽ ഗാന്ധിക്ക് നേരത്തെ ലഭിച്ച ഭൂരിപക്ഷത്തിനടുത്തേക്ക് എത്തിക്കാതിരിക്കുക എന്നുള്ളതാണ് കൃത്യമായ തന്ത്രം. അതിനുവേണ്ടിയാണ് AP അബ്ദുള്ളക്കുട്ടിയല്ല K. സുരേന്ദ്രൻ തന്നെ മത്സരിക്കട്ടെ എന്നൊരു തീരുമാനത്തിലേക്ക് എത്തുന്നത്. മാത്രമല്ല K. സുരേന്ദ്രൻ മത്സരിക്കുമ്പോൾ പ്രധാനമന്ത്രിക്ക് അവിടെ വന്ന് രാഹുൽ ഗാന്ധിക്കെതിരെ പറയാം. അതാണ് അവിടുത്തെ ഒരു സ്ട്രാറ്റജി എന്നാണ് ഞാൻ കരുതുന്നത്. എൻ്റെ പരിമിതമായ രാഷ്ട്രീയ ബോധ്യത്തിൽ നിന്ന് ഞാൻ മനസ്സിലാക്കുന്നത് രാഹുൽ ഗാന്ധിക്കെതിരെ കൃത്യമായിട്ടുള്ള ഒരു തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിലേക്ക് പോവുകയും രാഹുൽ ഗാന്ധിയെ എതിർത്ത് പറയുന്ന, അല്ലെങ്കിൽ രാഹുൽ ഗാന്ധിക്കെതിരായിട്ടുള്ള കൂടുതൽ കാര്യങ്ങൾ കേരളത്തിൽ ചർച്ചയാക്കുന്ന ഒരു സാഹചര്യം വരികയും കഴിഞ്ഞ തവണ ലഭിച്ച 4 ലക്ഷത്തിന് മുകളിൽ ഭൂരിപക്ഷത്തിലേക്കൊന്നും ഇത്തവണ രാഹുൽ ഗാന്ധി പോകാനുള്ള സാധ്യതയൊന്നും ഞാൻ കാണുന്നില്ല. അപ്പോൾ വോട്ട് വഴി തെളിയുമ്പോൾ ഈ പറയുന്ന സർക്കാർ വിരുദ്ധത ഒരു ഭാഗത്ത് നിൽക്കുന്നുണ്ട്. അത് ഇടതുപക്ഷത്തിന് തിരിച്ചടിയാണ്. കോൺഗ്രസ് ഈ ഫണ്ടില്ല എന്ന് പറയുന്നു. നേരത്തെ എങ്ങനെയാണോ പ്രചാരണം നടത്തിയിരുന്നത് അതുപോലെ ഒരു ധാരാളിത്തമുള്ള ഒരു പ്രചാരണത്തിലേക്ക് കോൺഗ്രസിന് കുറി പോകാൻ കഴിയാത്ത ഒരു സാഹചര്യമുണ്ട്. അത് ഇപ്പോൾ നമ്മൾ പ്രചാരണ ബോർഡുകളിലായാലും മറ്റ് സംവിധാനങ്ങളുടെ കാര്യത്തിലായാലും കുറച്ചൊക്കെ ഒരു കുറവ് ഇപ്പോൾ തന്നെ അനുഭവപ്പെട്ട് തുടങ്ങിയിട്ടുണ്ട്. അതിനെ മറികടക്കാൻ കോൺഗ്രസിന് ഫണ്ട് വരണം, അതുപോലെ തന്നെ പ്രചാരണം കൊഴുപ്പിക്കാൻ കഴിയണം. BJP ആകട്ടെ എല്ലാ സംവിധാനങ്ങളും പുറത്തെടുത്തുകൊണ്ട് ഒരു മാസ് പടം പോലെയുള്ള ഒരു പ്രചാരണത്തിലേക്ക്, അത് സ്ഥാനാർത്ഥികളുടെ പ്രചാരണത്തിലായാലും പ്രചാരണ വീഡിയോകളിലായാലും റോഡ് ഷോകളിലായാലും ഒക്കെ കാണാം. മിക്കവാറും എല്ലായിടങ്ങളിലും റോഡ് ഷോകളും റാലികളും ഒക്കെയായി BJP സ്ഥാനാർത്ഥികൾ നിറയുകയാണ്. അപ്പോൾ ആ രീതിയിൽ കൂടുതൽ ആളുകളിലേക്ക് എത്താൻ BJPക്ക് കഴിയുന്നുണ്ട്. ഇപ്പോൾ നിർത്തിയ സ്ഥാനാർത്ഥികളെ കുറിച്ച് കൂടി പറയാം. നമ്മൾ സ്ത്രീകൾക്ക് പരിഗണന കൊടുക്കണം എന്നൊക്കെ എല്ലാവരും വലിയ ആഢ്യത്വത്തോടു കൂടി ഇരുന്ന് ഞെളിഞ്ഞിരുന്ന് പറയും. പക്ഷേ ഇത്തവണത്തെ പട്ടിക പൂർണ്ണമാകുമ്പോൾ കേരളത്തിൽ NDAയ്ക്കാണ് 5 വനിതാ സ്ഥാനാർത്ഥികളുള്ളത്, ഇടതുപക്ഷത്തിനുള്ളത് 2 ആണ്, അതുപോലെ തന്നെ കോൺഗ്രസിനുള്ളത് ആകെ സിറ്റിംഗ് MP രമ്യ ഹരിദാസ് മാത്രമാണ്. അപ്പോൾ അതാണ് സ്ത്രീകളോടുള്ള, അല്ലെങ്കിൽ വലിയ സ്ത്രീ സമത്വം പറയുന്ന, സ്ത്രീകളുടെ മുന്നേറ്റത്തെക്കുറിച്ച് ചർച്ച ചെയ്യുന്ന CPIMും കോൺഗ്രസും ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത്, അല്ലെങ്കിൽ LDFും UDFും ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്ന ഒരു യാഥാർത്ഥ്യമുണ്ട്. ആകെയുള്ള 20-ൽ 5 സീറ്റും സ്ത്രീകൾക്കായി നീക്കിവെച്ച BJP കൃത്യമായി അവർ എന്തുകൊണ്ട് വനിതാ സംവരണ നിയമം പാസ്സാക്കി. കാരണം സ്ത്രീ വോട്ടുകൾ എന്ന് പറയുന്നത് ഒരു ഡിസിസീവ് ഫാക്ടർ തന്നെയാണ്. അത് ഇന്ത്യയിൽ ആകെപ്പാടെ തന്നെ ചർച്ചയാകുന്നതും ആ രീതിയിൽ തന്നെയായിരിക്കും. കാരണം സ്ത്രീകൾക്ക് അവസരങ്ങൾ കൊടുക്കാൻ ആ നിയമം പാസ്സാക്കി, പക്ഷേ നിയമം നടപ്പാകുന്നതിന് മുൻപ് തന്നെ ഞങ്ങൾ തുടങ്ങിയല്ലോ. ആ ആഖ്യാനം സ്ത്രീകളുടെ വോട്ട് വീഴ്ത്തും. അതുപോലെ തന്നെ ഇപ്പോൾ ഗ്യാസിൻ്റെ വില 100 രൂപ കുറച്ചതടക്കമുള്ള കാര്യങ്ങൾ, അങ്ങനെയുള്ള കൃത്യമായ കാര്യങ്ങൾ വെച്ചുകൊണ്ടുള്ള ഒരു പ്രചാരണം നടക്കുമ്പോൾ ഇവിടെ ഇലക്ട്രൽ ബോണ്ട്, കേജ്രിവാൾ എന്നൊക്കെ പറഞ്ഞാൽ സാധാരണക്കാരന് അതിലേക്കൊന്നും ആയിരിക്കില്ല സാധാരണക്കാരൻ്റെ ശ്രദ്ധ. സാധാരണക്കാരൻ തൻ്റെ നിത്യജീവിതത്തിൽ എന്താണ് അനുഭവിക്കുന്നത് എന്ന് നോക്കും. നരേന്ദ്രമോദി എന്നെ ഉപദ്രവിച്ചില്ലല്ലോ, അല്ലെങ്കിൽ നരേന്ദ്രമോദിയുടെ ഗ്യാരണ്ടി എന്ന് പറയുന്നത് ഇന്ന കാര്യങ്ങളാണ് എന്ന് പറഞ്ഞ് സ്ഥാപിക്കാൻ അവർക്ക് കഴിഞ്ഞാൽ BJPക്ക് കൊള്ളാം. കേരളത്തിൽ നല്ല രീതിയിൽ വോട്ട് ഉയർത്താൻ കഴിയും. ഇനി വോട്ടിൻ്റെ ശതമാനത്തെക്കുറിച്ച് ഉണ്ണിസാർ ഇവിടെ പറഞ്ഞു. ഉണ്ണിസാർ പറഞ്ഞത് കഴിഞ്ഞ തവണ കിട്ടിയതുപോലെ ഒന്നും കിട്ടില്ല എന്നാണ്. അതുകൊണ്ട് മാത്രം ഞാൻ അതുകൂടി കമൻറ്റ് ചെയ്യാം. 2014 കിട്ടിയതിനേക്കാൾ വോട്ട് ഉയർത്താൻ കഴിഞ്ഞ മണ്ഡലങ്ങൾ നമ്മുടെ മുന്നിൽ തെളിവായി നിൽക്കുകയാണ്. 2019 അതിപ്പോൾ ആറ്റിങ്ങലായാലും 24.69% ആണ് അത് ക്ലോസ് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ തൃശ്ശൂർ 28.2 ക്ലോസ് ചെയ്തിരിക്കുന്നു, പാലക്കാട് 21.26, തിരുവനന്തപുരം പിന്നെ 2014-ലും 2019-ലും എടുത്തു നോക്കിക്കഴിഞ്ഞാൽ അതിലും കൃത്യമായി അവർക്ക് വോട്ട് ഉറപ്പിച്ച് നിർത്താൻ കഴിഞ്ഞിട്ടുണ്ട്. 2ാം സ്ഥാനം തിരുവനന്തപുരത്ത് തുടർച്ചയായി നിലനിർത്താനും സാധിക്കുന്നുണ്ട്. അത് 1ാം സ്ഥാനത്തിലേക്ക് എത്തുമോ എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ചോദ്യം. അപ്പോൾ അക്കൗണ്ട് തുറക്കില്ല എന്നൊന്നും ഞാൻ കരുതുന്നില്ല. വോട്ട് വഴികൾ തെളിഞ്ഞിട്ടുണ്ട്. ദേശീയ പാർട്ടി പദവി പോകാതിരുന്നാൽ CPIMന് കൊള്ളാം. കോൺഗ്രസിന് പഴയതുപോലെയുള്ള ആ ഒരു ഊർജ്ജവും ആവേശവും ഒന്നുമില്ല. അതൊക്കെ വരികയാണെങ്കിൽ കുറച്ചുകൂടി വഴിയിലൂടെ തെളിഞ്ഞും ഞെളിഞ്ഞും പോകാൻ കഴിയും എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. കൂട്ടിച്ചേർക്കാൻ എന്തെങ്കിലും ഉണ്ടോ? നമുക്ക് ബ്രേക്ക് പോയതിനു ശേഷം ഓക്കെ, ഡോക്ടർ അരുൺ, നമുക്കൊരു ഇടവേളയ്ക്ക് പോയതിനു ശേഷം തിരിച്ചു വരാം. അത് കഴിഞ്ഞിട്ട് എനിക്ക് പറയാനുണ്ട്. തിരിച്ചു വരാം. ശരി.
അപ്പോൾ ഉത്തരത്തിലേക്ക് എത്തുന്നതിന് മുൻപ് ഒരു ഫൈനൽ കമന്റിലേക്ക് നമുക്ക് പോകണം. ഇടവേളയ്ക്ക് ശേഷം തിരികെ. സ്ത്രീകൾ തെളിഞ്ഞു എന്ന ചോദ്യത്തിന്റെ ആദ്യ റൗണ്ട് നമ്മൾ പൂർത്തിയാക്കുന്ന രണ്ടാം റൗണ്ടിൽ എനിക്ക് നികേഷ് സാർ. രണ്ടാമത്തെ കാര്യം എന്ന് വെച്ചാൽ ഈ എന്താ പറയുക, ദേശീയ പാർട്ടി പദവി അല്ലേ, നമ്മളത് വിശദമായി ചർച്ച ചെയ്തു എന്നുള്ളതാണ്. കഴിഞ്ഞ ദിവസം AK ബാലൻ്റെ ആ ഒരു പ്രസംഗം വലിയ നിലയിൽ കേരളം ചർച്ച ചെയ്യുകയും ചെയ്തു എന്നുള്ളതാണ്. CPM-ന് ദേശീയ പാർട്ടി പദവി നിലനിർത്താൻ കഴിയുക എന്നതിനോടൊപ്പം തന്നെ പ്രധാനപ്പെട്ടതാണ് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ അംഗബലം കൂട്ടി. ഇപ്പോൾ കോൺഗ്രസ് നോക്കി, ഈ തെരഞ്ഞെടുപ്പിൽ CPM-ന് ദേശീയ പദവി കിട്ടിയിട്ടില്ലെങ്കിലും ഒരു സംസ്ഥാന പദവി ഉണ്ടാവും. CPM-നെ സംബന്ധിച്ചിടത്തോളം CPM-ൻ്റെ ശക്തി കേന്ദ്രങ്ങളായിട്ടുള്ള കേരളത്തിൽ, കർണാടകത്തിൽ, ബംഗാളിൽ ഒക്കെ തന്നെയും CPM-ന് ഈ അരിവാൾ ചുറ്റി നക്ഷത്രം ഉപയോഗിക്കാൻ കഴിയും. അതൊന്നും വലിയ വിഷയമൊന്നുമല്ല. മാത്രമല്ലെന്നേ, ഇപ്പോൾ മൂർഷിദാബാദിലൊക്കെ തന്നെയും ഇപ്പം മുഹമ്മദ് സലീം ജയിക്കുകയും കേരളത്തിലെ AV ജി രാഘവൻ, KK ശൈലജ ടീച്ചർ, അതുപോലെ തന്നെ MV ജയരാജൻ, അങ്ങനെ ഒരു നേതൃനിര പാർലമെൻറ്റിൽ ഉണ്ടാവുക എന്നുള്ളത് കേരളത്തിൻ്റെ മാത്രം ആവശ്യമല്ല, ഒരു ഇന്ത്യയുടെ തന്നെ ഒരാവശ്യമാണ്. കാരണം ഞാനിതിനെ ഇങ്ങനെയാണ് കാണുന്നത്. നോക്കൂ, ഇപ്പം നേരത്തെ ഉണ്ണി പറഞ്ഞ വിഷയം, 2004 ഇടതുപക്ഷത്തിൻ്റെ 64 പേര് ഇന്ത്യൻ പാർലമെൻറ്റിൽ ഉണ്ടായിരുന്നില്ല എങ്കിൽ കോൺഗ്രസ്സിന് 2024 നമ്മൾ നിൽക്കുന്നത്, കോൺഗ്രസ് ഇന്ന് ഉണ്ടാകുമായിരുന്നോ? ഇല്ല എന്ന് വിശ്വസിക്കുന്ന ആളാണ്, അല്ലെങ്കിൽ നാമാവശേഷമായിട്ടുണ്ടാവുമെന്ന് വിശ്വസിക്കുന്ന ആളാണ്. 2004 അന്ന് ഇടതുപക്ഷത്തിന് ഈ ബംഗാളിലെയും കേരളത്തിലെയും ത്രിപുരയിലെയും പൂർണ്ണ സീറ്റുകൾ നേടിയെടുക്കാൻ കഴിഞ്ഞതുകൊണ്ടാണ് അങ്ങനെ ഒരു സർക്കാർ 2004 ഉണ്ടായത്. ഇടതുപക്ഷത്തിനപ്പുറത്തേക്ക് വേറെ ഏതെങ്കിലും ഒരു പാർട്ടിക്കായിരുന്നു എന്ന് വിചാരിക്കുക. ഇപ്പോൾ ഉദാഹരണത്തിന് ബംഗാളിൽ കൂടുതൽ സീറ്റ് അന്ന് തൃണമൂലിനാണ് കിട്ടുന്നത് വിചാരിക്കുക. ഒരു 5 വർഷം നേരത്തെ തൃണമൂൽ ശക്തി പ്രാപിക്കുന്നു, എന്നിട്ട് തൃണമൂൽ BJPയുടെ കൂടെ പോകും. തൃണമൂൽ ആ സമയത്ത് LK അദ്വാനിയെ പ്രധാനമന്ത്രിയാക്കും. അപ്പോൾ അന്ന് 2004 യഥാർത്ഥത്തിൽ UPA ഒന്ന് ഭരിക്കാനുള്ള കാരണം എന്ന് പറയുന്നത് ഇടതുപക്ഷമാണ്. ആ ഇടതുപക്ഷത്തിൻ്റെ കോമൺ മിനിമം പ്രോഗ്രാമിലൂടെ അച്ചീവ് ചെയ്തിട്ടുള്ള പല നേട്ടങ്ങളുമാണ് 2009 അധികാരത്തിൽ തിരിച്ചു കൊണ്ടുവന്നത്. ഇടതുപക്ഷം ഇല്ലാതെ അധികാരത്തിലിരുന്ന 2009, 2014 കാലഘട്ടത്തിൽ ലോകത്തിലെ ഏറ്റവും വലിയ അഴിമതി സർക്കാരായിട്ട് കോൺഗ്രസിൻ്റെ UPയുടെ സർക്കാർ മാറുകയും ചെയ്തു. അതിനുശേഷമാണ് കോൺഗ്രസ് വീണ്ടും തകർന്നത്. നോക്കൂ, 89 തകർന്ന കോൺഗ്രസ് പിന്നീട് ക്ലച്ച് പിടിക്കുന്നത് ഈ പറയുന്ന 2004-ലും 2014-നും ഇടയിലുള്ള കാലഘട്ടമാണ്. ഈ 2014 കാലഘട്ടത്തിൽ എനിക്ക് ഓർമ്മയുണ്ട്, ഇന്ത്യ ടുഡേയുടെ മൂഡ് ഓഫ് ദ നേഷനിൽ 300 സീറ്റിലധികം മൻമോഹൻ സിംഗ് നേടും എന്ന് വിലയിരുത്തിയിട്ടുള്ളത്. അപ്പോൾ ആ കാലഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ BJP 1980 രൂപീകൃതമായതിനു ശേഷം BJP ഏറ്റവും വൾണറബിൾ ആയിട്ടുള്ള കാലഘട്ടം ഏതാ ഉണ്ണി? 2004 മുതൽ 2014 വരെയുള്ള കാലഘട്ടമാണ്. 84 ശരിയാണ്, BJPക്ക് 2 സീറ്റുകളെ കിട്ടിയിട്ടുള്ളൂ. പക്ഷേ അത് ഇന്ദിരാഗാന്ധിയുടെ മരണത്തെ തുടർന്നുള്ള സഹതാപ തരംഗത്തിലാണ്. അതിനുശേഷം പഴയ ജനസംഘം BJP ഏറ്റവും മോശമായിട്ടുള്ളത്, തമ്മിൽ തല്ലി തകരാൻ ഒരുങ്ങിയ ഒരു കൂട്ടമായി മാറിയിട്ടുള്ളത് ഈ 2004-ലും 2014-നും ഇടയിലുള്ള കാലഘട്ടമാണ്. അദ്വാനിയുടെ ലീഡർഷിപ്പ് മൂർച്ചയില്ലാതാകുന്നു, പല നേതാക്കളും BJPയിൽ നിന്ന് വിട്ടുപോകുന്നു, ഇനി ഒരിക്കലും ഈ പാർട്ടി അധികാരത്തിൽ വരില്ല എന്നുള്ള തോന്നലുണ്ടാക്കുന്നു. അങ്ങനെ ബുദ്ധിമുട്ടുന്ന കാലഘട്ടത്തിലാണ് ഈ 2009-14 കാലഘട്ടത്തിൽ ഏറ്റവും വലിയ അഴിമതി സർക്കാർ വരികയും അതിനകത്ത് നരേന്ദ്രമോദി ഒരു ചാൻസ് കാണുകയും ചെയ്യുന്നു. അതിനകത്ത് എന്തൊക്കെയുള്ളത്? പ്രമോദ് മഹാജൻ മരിച്ചു, സുഷമ സ്വരാജിനെ ഒതുക്കി, അത് കഴിഞ്ഞതിന് ശേഷം അങ്ങനെ അദ്വാനി ഗ്രൂപ്പിലുള്ള പലരും പോയി. ഞാൻ അതിൻ്റെ ഡീറ്റെയിൽസിലേക്കൊന്നും പോകുന്നില്ല. അപ്പോൾ യഥാർത്ഥത്തിൽ ഈ പറയുന്ന ഇപ്പോൾ AK ബാലൻ്റെ പ്രസ്താവനയിൽ കോൺഗ്രസ്സുകാർ CPM-നെ കളിയാക്കുന്നുണ്ടല്ലോ. എട്ടുകാലി അതൊക്കെയാ പറഞ്ഞത്, എലിപ്പെട്ടി, തേള്, ഒക്ടോപ്പസ് എന്നൊക്കെ പറഞ്ഞിട്ട്. നോക്കൂ, ഇന്ന് രാജ്യത്ത് 2004 സമാനമായ വിധത്തിലൊരു ലെഫ്റ്റ് ബ്ലോക്ക് ഉണ്ടാക്കേണ്ടതിൻ്റെ ആവശ്യകത ലെഫ്റ്റിന് മാത്രമല്ല, കോൺഗ്രസ്സിന് കൂടിയാണ്. ഒരു ദേശീയ പാർട്ടിയായിട്ട് ഒരു വലിയ ബ്ലോക്ക് ലെഫ്റ്റ് ഉണ്ടാകേണ്ടത്. കോൺഗ്രസ് അംഗങ്ങളെ നിലനിർത്താൻ കഴിയുമോ കോൺഗ്രസ്സിന്? എനിക്ക് ഉറപ്പില്ല, കോൺഗ്രസ്സിന് ഉറപ്പില്ല. കാരണം എന്ന് വെച്ചാൽ 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഞാൻ ആവർത്തിച്ച് പറയുന്നൊരു കാര്യമുണ്ട്. എന്താണെന്നറിയാമോ? 303-ൽ നിന്ന് 273-ലേക്ക് ചുരുങ്ങുമ്പോൾ, അങ്ങനെ ചുരുങ്ങുകയാണെങ്കിൽ, ഇനി അഥവാ കേവല ഭൂരിപക്ഷം ഇല്ലാത്ത അവസ്ഥയിലേക്ക് BJP പോവുകയാണെങ്കിൽ BJPക്ക് ഘടകകക്ഷികളെ വെച്ച് ഭരിക്കാനുള്ള ശേഷിയൊന്നുമില്ല. നരേന്ദ്രമോദിയുടെ BJPക്ക് ഘടകകക്ഷികൾ, പിന്നെയുള്ളത് സ്പ്ലിറ്റ് ചെയ്യുക എന്നുള്ളതാണ്. കോൺഗ്രസിനെ സ്പ്ലിറ്റ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്, മറ്റു പാർട്ടികളെ സ്പ്ലിറ്റ് ചെയ്യാൻ, ലെഫ്റ്റിനെ സ്പ്ലിറ്റ് ചെയ്യാൻ കഴിയുമോ? അതുകൊണ്ട് നല്ലൊരു ബ്ലോക്കായി ലെഫ്റ്റ് പോവുക എന്നുള്ളത് ഒരു അനിവാര്യതയാണ്. ഡോക്ടർ അരുൺ, ഞാൻ 2 കാര്യങ്ങളാണ്. ഒന്ന്, നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഇപ്പോൾ ഇന്ത്യയിലൊരു ഫീൽ ഗുഡ് ഫാക്ടർ ഇല്ല എന്നുള്ളത് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടതാണ് എന്ന് തോന്നുന്നു. ഇപ്പോൾ നേരത്തെ സുജയ പറഞ്ഞ 2-3 കാര്യങ്ങളുണ്ടല്ലോ.
എന്താണ് യഥാർത്ഥത്തിൽ BJP രാജ്യത്തോട് പറയാൻ പോകുന്നത്? വികസന രാഷ്ട്രീയത്തെക്കുറിച്ചാണോ? രണ്ട് കണക്കുകൾ മാത്രം മതി. ഒന്ന്, 2014 നരേന്ദ്രമോദി സർക്കാർ അധികാരത്തിലെത്തുമ്പോൾ ഇന്ത്യൻ റുപ്പയുടെ മൂല്യമെന്ന് പറയുന്നത് 59 രൂപയായിരുന്നു വേഴ്സസ് ഡോളർ. ഇപ്പോൾ 84 രൂപയായിരിക്കുന്നു. $1 84 എന്ന് പറഞ്ഞാൽ 25% മൂല്യം ഇടിഞ്ഞിരിക്കുന്നു ഇന്ത്യൻ കറൻസിക്ക്. അതെങ്ങനെയാണ് സാധാരണക്കാരൻ്റെ ജീവിതത്തിൽ മാറ്റമുണ്ടാക്കുക? ഇൻഫ്ലേഷനിലൂടെ മാറ്റമുണ്ടാക്കുന്നു. അവൻ്റെ ശമ്പളം വർദ്ധിക്കുമ്പോഴും അവന് ഡോളറിലുണ്ടാകുന്ന വിനിമയക്കുറവ് അവൻ്റെ സാധാരണ ജീവിതത്തെ ബാധിക്കുന്നു. ഒരു കണക്ക് കൂടി ഞാൻ പറയാം. 2014 നരേന്ദ്രമോദി അധികാരത്തിലെത്തുമ്പോൾ പറഞ്ഞിരുന്നല്ലോ, ഓരോ വർഷവും 2 കോടി തൊഴിൽ കൊടുക്കും ഇന്ത്യയിലെ യുവാക്കൾക്കെന്ന്. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ UPSCയുടെ ഒരു കണക്ക് പുറത്തു വന്നിട്ടുണ്ട്. എന്താണെന്നറിയാമോ? കേന്ദ്രത്തിലെ തൊഴിൽ എത്രയുണ്ട്? 39,96,000 തൊഴിലവസരങ്ങളുള്ളതിൽ ഇപ്പോൾ ഫില്ല് ചെയ്യപ്പെട്ടിരിക്കുന്നത് കേവലം 30 ലക്ഷം മാത്രമാണ്. 9,46,000 തൊഴിലവസരങ്ങൾ കേന്ദ്ര വേക്കൻസിയിൽ ഒഴിഞ്ഞു കിടക്കുന്നു. 2.76 ലക്ഷം തൊഴിലുകൾ പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ ഇല്ലാതെയായി കഴിഞ്ഞിരിക്കുന്നു. നോക്കൂ, ഇതാണ് നമ്മളുടെ കണക്ക്. അതായത് 40 കോടി തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കണം. ചുരുങ്ങിയത് ഓരോ വർഷവും 2 കോടി എന്ന രീതിയിലാണെങ്കിൽ 10 വർഷം കൊണ്ട് 20 കോടി സൃഷ്ടിക്കപ്പെടണം എന്നുള്ളതാണ്. അവിടെയാണ് 9 ലക്ഷം തൊഴിലവസരങ്ങൾ കേന്ദ്ര സർക്കാർ ഒഴിവായി കിടക്കുന്നു. PSUവിൽ 2.76 ലക്ഷം തൊഴിലുകൾ നികത്തപ്പെടാതെ കിടക്കുന്നൊരു സാഹചര്യം ഉണ്ടാകുന്നത്. ഈ കണക്കുകൾക്കൊപ്പമാണ് നമ്മൾ മറ്റു ചില കണക്കുകൾ കൂടി പറയേണ്ടത്. പെട്രോളിൻ്റെയും ഡീസലിൻ്റെയും അവിടെ 55 രൂപയുണ്ടായിരുന്ന ഡീസൽ 100 രൂപയിലേക്ക് കുതിക്കുന്നത് എങ്ങനെയാണ്, ഏത് സാഹചര്യത്തിലാണ് എന്ന കണക്കുണ്ടാകുന്നത്. ഈ കണക്കുകൾ സാധാരണക്കാരനിലുണ്ട്. പക്ഷേ അവരുടെ പ്രശ്നം, അവരെ മയക്കിക്കിടത്താൻ കഴിയുന്ന രാമക്ഷേത്രം എന്നുള്ളത് ഇനിയും വോട്ടർമാരെ ബാധിക്കുന്നില്ല. ഒരു പോയിന്റ് പറഞ്ഞു നിർത്താം. ഇതാണ് BJPയുടെ അവസ്ഥ. ഇത് BJP മനസ്സിലാക്കിയത് കൊണ്ടാണ് EDയെ വിട്ട് നിങ്ങൾക്ക് എങ്ങനെയും പ്രതിപക്ഷത്തിൻ്റെ ശബ്ദം നിങ്ങൾ കടക്കിപ്പിക്കണം. 45 ദിവസം വൈകിയതിന് 62 കോടി രൂപ ബാങ്കിൽ നിന്ന് DD ഡ്രാഫ്റ്റായിട്ട് എടുത്തുകൊണ്ട് പോവുകയാണ് രാജ്യത്തെ ഏറ്റവും വലിയ പ്രതിപക്ഷ കക്ഷിയുടെ. ഇത് മറ്റെവിടെയെങ്കിലും നമ്മൾ കണ്ടിട്ടുണ്ടോ? ഇതാണ് ഇന്ത്യയിൽ നടക്കുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഒറ്റ കാര്യം പറഞ്ഞാൽ അവസാനിക്കും, 1 മിനിറ്റിൽ താഴെ മാത്രം മതി. നോക്കൂ, ഇവിടെ കോൺഗ്രസും CPMും നമ്മൾ എല്ലാ സംവാദങ്ങളിലും, ഞാനിപ്പോൾ തുടർച്ചയായിട്ട് 25 സംവാദങ്ങൾ ഫീൽഡിൽ അവതരിപ്പിച്ചിട്ടുണ്ട്. ഇവർ തമ്മിൽ പരസ്പരം ഏറ്റുമുട്ടുമ്പോൾ അവർ പറയുന്ന ആർഗ്യുമെൻറ്റ്സ് നോക്കൂ. CPM മുസ്ലിം പ്രീണനം നടത്തുന്നു, കോൺഗ്രസ് തിരിച്ച് കോൺഗ്രസിനെ ഈ രാജ്യത്ത് മയ്യത്തെടുക്കാൻ പോകുന്നു എന്ന രീതിയിലുള്ള പ്രസ്താവനകൾ നടത്തുന്നു. യഥാർത്ഥത്തിൽ ഇത് ആരെ കബളിപ്പിക്കാനാണ് എന്ന ചോദ്യം കൂടി നമ്മൾ ചോദിക്കണ്ടേ? യഥാർത്ഥത്തിൽ ദേശീയമായി ഒരുമിച്ച് നിൽക്കുന്ന ഇന്ത്യ മുന്നണിയിലെ 2 ഘടക കക്ഷികൾ ഒരു സൗഹൃദ മത്സരത്തിൽ പാലിക്കേണ്ട മിനിമം മര്യാദ പാലിക്കുന്നില്ല എന്നതും ഈ തെരഞ്ഞെടുപ്പ് വേളയിൽ നമ്മൾ കാണുന്നതാണ്. കാരണം കോൺഗ്രസിനെ ദുർബലമാക്കി CPM എന്ന് പറയുന്ന പാർട്ടിക്ക് ഒന്നും സാധ്യമാവുന്നില്ല. അതേപോലെ തിരിച്ച് ഇടതിനെയോ ഇടത് രാഷ്ട്രീയത്തെയോ ദുർബലമാക്കിക്കൊണ്ട് കോൺഗ്രസിനും ഈ ഇന്ത്യ മുന്നണിയിലൊന്നും നേടാനും കഴിയുന്നില്ല എന്നത് മനസ്സിലാക്കിക്കൊണ്ടുള്ള ഒരു സൗഹൃദ മത്സരമാണ് നമ്മുടെ ഇരു കക്ഷികൾക്കും അനുയോജ്യമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. സുജയ, ശരി, ഈ ഫ്രണ്ട്ലി മാച്ച് എന്നുള്ളതാണ് ഡോക്ടർ അരുൺ ഇപ്പോൾ പറഞ്ഞു നിർത്തിയത്. അതായത് ഇന്ത്യ മുന്നണിയിലെ 2 കക്ഷികൾ തമ്മിലുള്ള ഫ്രണ്ട്ലി മാച്ചാണ് കേരളത്തിൽ നടക്കുന്നത്. അല്ലല്ല, അതിനെന്താ തെറ്റ്? ഞാൻ പറയുന്നത് ഇപ്പോൾ പിന്നെ ഈ അല്ല, അതാ ഞാൻ പറഞ്ഞത്. നമ്മൾ നോക്കൂ, നമ്മൾ പാർലമെൻ്ററി ജനാധിപത്യത്തിലാണ് ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പം നമ്മുടെ ഏറ്റവും വലിയ ആയുധം എന്ന് പറയുന്നത് വോട്ടാണ്. ആ വോട്ട് കൊണ്ടാണ് നമ്മൾ നമ്മുടെ രാജ്യത്തിൻ്റെ ഭരണത്തെ തീരുമാനിക്കുന്നത്. ഇവിടെ CPM BJPയുമായിട്ടോ കോൺഗ്രസ് BJPയുമായിട്ടോ ഏതെങ്കിലും തരത്തിലുള്ളൊരു അന്തർധാര ഉണ്ടാക്കിയാൽ നിശ്ചയമായും അതൊരു ചതിയാണ്. കാരണം എന്ന് വെച്ചാൽ അത് അവരുടെ സ്വന്തം പ്രത്യയശാസ്ത്രത്തെ വഞ്ചിക്കുന്നതാണ്. കോൺഗ്രസിൻ്റെ മുഖ്യ ശത്രു എന്ന് പറയുന്നത് CPM അല്ല, BJPയാണ്. CPMൻ്റെ മുഖ്യ ശത്രു എന്ന് പറയുന്നത് ഇന്നത്തെ സാഹചര്യത്തിൽ കോൺഗ്രസ് അല്ല, BJPയാണ്. ഇവിടെ ഈ ബോധം കേരളത്തിലെ ജനങ്ങൾക്കുണ്ട്, ഇന്ത്യയിലെ ജനങ്ങൾക്കും ഉണ്ടാകണം. അങ്ങനെ വരുമ്പോൾ നമ്മൾ ഈ അന്തർധാര എന്നൊക്കെ പറഞ്ഞപ്പോൾ കോൺഗ്രസിന് പറയാൻ ബുദ്ധിമുട്ടുണ്ടാവും, CPMന് പറയാൻ ബുദ്ധിമുട്ടുണ്ടാവും. ഞാൻ ഈ 2 പാർട്ടിയിലും പെട്ട ആളല്ല. കോൺഗ്രസ് വിജയിക്കുന്നൊരു സാഹചര്യമുണ്ട്, BJP വിജയിക്കുന്നൊരു സാഹചര്യമുണ്ട്. അവിടെ കോൺഗ്രസ് ആണ് 2ാം സ്ഥാനത്തെത്തുന്നതെങ്കിൽ ഇടതുപക്ഷ വോട്ടുകൾ അങ്ങോട്ട് പോകുന്നതിൽ ഒരു തെറ്റുമില്ലെന്നേ. കാരണം എന്താ വെച്ചാൽ അതിനെയാണ് സാറേ സിമ്പിളായിട്ട് വോട്ട് മറിക്കലെന്നും ക്രോസ് വോട്ടിംഗ് ക്രോസ് വോട്ടിംഗ് എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ഞാൻ തുടക്കത്തിൽ അതായത് പറഞ്ഞു തീർക്കട്ടെ. അതിനകത്ത് പകുതിക്ക് വെച്ച് പറഞ്ഞാൽ ആ ആശയം പൂർണ്ണമാവില്ല. ഞാൻ പറയുന്നത് ഇത്രയേ ഉള്ളൂ. ഈ രാജ്യത്തെ വിഭജിക്കാൻ പോകുന്ന ഒരു പ്രത്യയശാസ്ത്രം ഇവിടുത്തെ ഒരു മതത്തിൻ്റെ സംസ്കാരത്തെ സാംസ്കാരിക ദേശീയത എന്ന് പറഞ്ഞ് സ്ഥാപിക്കാൻ ശ്രമിക്കുന്ന ഒരു രാഷ്ട്രീയം, അങ്ങേയറ്റം വിഭജനത്തിൻ്റെ ആ രാഷ്ട്രീയത്തിനെതിരായിട്ട് ഐക്യപ്പെടലുകൾ സ്വാഭാവികമാണ്. ആ ഐക്യപ്പെടലുകൾ ഉണ്ടാകുമ്പോഴാണ് ഈ പറയുന്ന അതിനുള്ള അവസരമാണ് ഈ പാർലമെന്ററി ജനാധിപത്യത്തിൽ സെൻസിബിളായി വോട്ട് ചെയ്യുക എന്ന് പറയുന്നത്. ആ സെൻസിബിളായി വോട്ട് ചെയ്യുന്നതുകൊണ്ട് ഒരു കുഴപ്പമില്ല. ശരി, ഒറ്റ കാര്യം അതിനകത്ത് പൂർത്തിയാക്കാം. അതായത് ഇല്ല നോക്കൂ, ആ വിഷയം ഒന്ന് പൂർത്തിയാക്കട്ടെ. അതായത് ഒരു ലോക്സഭാ തെരഞ്ഞെടുപ്പിലൊന്നും ഈ നിലയിലുള്ള ഒരു ക്രോസ് വോട്ടിംഗ് അസാധ്യമാണ്. അങ്ങനെ ഒരു ചർച്ചയെ ആവശ്യമില്ല. നോക്കൂ, BJP ആ നിലയിൽ ജയിക്കാൻ പോകുന്ന ഒരു ശക്തിയായിട്ട് 20 ലോക്സഭാ മണ്ഡലങ്ങളിൽ എവിടെ ഉണ്ടായിട്ടില്ല. ഒന്ന്.
രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനകത്തൊരു ഫ്രണ്ട്ലി മാച്ച് എന്നൊന്നും നമ്മൾ എടുത്തു പറയേണ്ട കാര്യമില്ല. CPM രൂപീകൃതമായതിനു ശേഷം സുജിയ കേട്ടോളൂ, ഇതാദ്യമായിട്ടാണ് CPM കേരളത്തിൽ ഒഴിച്ച് കോൺഗ്രസിനെതിരെ സ്ഥാനാർത്ഥിയെ നിർത്താത്തത്. കേരളത്തിലെ ഈ 20 മണ്ഡലങ്ങളിൽ മാത്രമാണ് കോൺഗ്രസിനെതിരെ CPM-ഉം LDF-ഉം സ്ഥാനാർത്ഥി നിർത്തിയിട്ടുള്ളത്. ബാക്കി മറ്റെല്ലാ ലോക്സഭാ തെരഞ്ഞെടുപ്പുകളിലും ഏറ്റവും ഒടുവിൽ 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പാണല്ലോ, ആ 2019 പോലും പലയിടങ്ങളിലും CPM സ്ഥാനാർത്ഥി നിർത്തിയിരുന്നു അവരുടെ ശക്തി കേന്ദ്രങ്ങളിൽ, ചെറിയ ചെറിയ ശക്തി കേന്ദ്രങ്ങളിൽ. ഇത്തവണ എവിടെയില്ല. CPM ഏതൊക്കെ ഇന്ത്യ ബ്ലോക്കുമായിട്ട് സഖ്യമുണ്ടാക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ അവിടെ മാത്രമേ സ്ഥാനാർത്ഥിയായിട്ടുള്ളൂ. 2-3 കാര്യങ്ങൾ വളരെ വേഗത്തിൽ ഞാൻ ഓടിച്ചു പറയാം. രാഹുൽ തരംഗം ഉണ്ട് എന്ന് നേരത്തെ അങ്ങനെ ഉണ്ടാകാനുള്ള സാധ്യതയെക്കുറിച്ച് നേരത്തെ ഡോക്ടർ അരുൺ ചൂണ്ടിക്കാണിക്കും. ഒരു രാഹുൽ തരംഗവും ഈ തെരഞ്ഞെടുപ്പിലില്ല. ഉണ്ടായിരുന്നേ നമുക്കത് വിസിബിൾ ആയേനെ. രാഹുൽ 2 ലക്ഷത്തിന് മുകളിൽ ഭൂരിപക്ഷം നേടിയാൽ, വയനാട്ടിൽ ഭൂരിപക്ഷം നേടിയാൽ അത് കോൺഗ്രസിൻ്റെ വലിയ വിജയം എന്ന് കണക്കാക്കിയാൽ മതി. ഇനി അത് സുരേന്ദ്രൻ അവിടെ പോയി നിന്നുകൊണ്ടൊന്നുമല്ല. സുരേന്ദ്രൻ ഏത് മണ്ഡലത്തിൽ നിന്നാലും സുരേന്ദ്രന് വോട്ട് കിട്ടുന്ന ആളൊന്നും അല്ല സുരേന്ദ്രൻ അത് ആ നിലയിലല്ല. സുരേന്ദ്രൻ്റെ ഒരു സംഘടനാ മെഷീനറി അവിടെ ഒരുമിച്ച് കൊണ്ടുവരാൻ വേണ്ടിയിട്ടായിരിക്കണം സുരേന്ദ്രൻ നിർത്തിയിട്ടുണ്ടാകുക. 2 പ്രീണനം എന്ന് ഞാൻ പറഞ്ഞിട്ടില്ല കേട്ടോ. ആദ്യഘട്ടത്തിൽ പ്രീണനം എന്നല്ല ഞാൻ പറഞ്ഞത്. ഈ പറയുന്ന 2 പ്രധാനപ്പെട്ട കാര്യങ്ങൾ തെരഞ്ഞെടുപ്പ് രംഗത്ത് ഇപ്പോൾ സജീവ ചർച്ചാ വിഷയമായിട്ടുണ്ട്. CAA, അവിടെ CAA-യുടെ കാര്യത്തിനകത്ത് എന്താ CPM ഈ നിലപാടെടുക്കാൻ കാരണം? എന്തുകൊണ്ട് സെമിനാർ നടത്തും, അല്ല എന്തുകൊണ്ട് റാലികൾ സംഘടിപ്പിക്കുന്നു? CAA-ൽ ഞങ്ങളുടെ നിലപാട് ഇതാണെന്ന് പറയാനാണ്. അപ്പുറത്ത് കോൺഗ്രസിൻ്റെ നിലപാട് എന്താണ് എന്നുള്ള ചോദ്യം അവിടെ വരുന്നുണ്ട്. മല്ലികാർജ്ജുൻ ഖാർഗെയോട് നിങ്ങൾ അധികാരത്തിൽ വന്നാൽ CAA നടപ്പുമായി മുന്നോട്ട് പോകുമെന്ന് ചോദിച്ചപ്പോൾ നാളെ പറയാമെന്നാണ് പറഞ്ഞത്. ഇന്നുവരെ ആ നാളെ ആയിട്ടില്ല എന്നുള്ളതാണ്. പിന്നെ സ്ത്രീയുടെ വിഷയവും കൂടെ ചൂണ്ടിക്കാണിച്ചു. 5 ലോക്സഭാ സീറ്റുകൾ നൽകി. ജയിക്കാത്ത കേരളത്തിലെ 5 ജയിക്കാത്ത 5 ഇടങ്ങളിൽ സ്ത്രീകൾക്ക് കൊടുത്തിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഉത്തർപ്രദേശ് ജയിക്കുന്ന സീറ്റുകളുണ്ടല്ലോ, ജയിക്കുന്ന സംസ്ഥാനങ്ങളുണ്ടല്ലോ, ഗുജറാത്ത്. അതെ. പക്ഷേ ഉത്തർപ്രദേശിലോ ഗുജറാത്തിലോ അല്ലെങ്കിൽ BJP ജയിക്കുന്ന മറ്റ് സംസ്ഥാനങ്ങളിലോ എത്ര സീറ്റുകൾ നൽകി എന്നുള്ളത് കൂടി അനുസരിച്ച് വേണം അതിന്റെ ആത്മാർത്ഥത തെളിയിക്കാൻ. ഉത്തർപ്രദേശിൽ എന്തായാലും വനിതാ മതിലൊന്നും ഉണ്ടാക്കിയിട്ടില്ല. ഇവിടെ വനിതാ മതിൽ ഉണ്ടാക്കുകയും നവോത്ഥാനം എന്ന് പറയുകയും ബന്ധമുണ്ടല്ലോ സാറേ. വനിതാ മതിൽ ഉണ്ടാക്കിയ ഇടത്ത് ആകെയുള്ള 2 വനിതകൾ. ഈ പറയുന്ന BJP ആണല്ലോ ഈ വനിതാ സംവരണ ബില്ല് കൊണ്ടുവന്നത്. ഏറ്റവും ആദ്യം ആത്മാർത്ഥ വേണ്ടത് BJP-ക്കാണല്ലോ. BJP നിർത്തുന്ന ഒരു 450 സീറ്റുകളൊന്ന് കൂട്ടിക്കോളൂ, അല്ലെങ്കിൽ ഒരു 420 സീറ്റുകൾ കൂട്ടിക്കോ. അതിനകത്ത് എത്ര ശതമാനം സീറ്റുകളിൽ BJP സ്ത്രീകൾക്ക് കൊടുക്കും, എത്ര ശതമാനം സീറ്റുകളിൽ കോൺഗ്രസ് കൊടുക്കും, എത്ര ശതമാനം സീറ്റുകളിൽ CPM കൊടുക്കും, നമുക്ക് നോക്കാം. നമുക്ക് ചർച്ച ചെയ്യാം. എന്തായാലും ആത്മാർത്ഥതയൊക്കെ കേരളത്തിലെ ആത്മാർത്ഥത എന്തായാലും ഈ വോട്ടർ സ്ഥാനാർത്ഥികളുടെ ചിത്രം പൂർത്തിയാകുമ്പോൾ കൃത്യമായി മനസ്സിലാവുന്നുണ്ട് സാർ. പിന്നെ സമസ്തയുടെ വോട്ട്, അതുപോലെ തന്നെ ലാറ്റിൻ വോട്ട്, ഇങ്ങനെ ഓരോന്നും തിരിച്ചു പറയുമ്പോൾ 2 ലാറ്റിൻ സ്ഥാനാർത്ഥി എന്നൊക്കെ പറയുമ്പോൾ കൃത്യമായി ആ വിഭാഗങ്ങളെ പ്രീണിപ്പിക്കാനായിട്ടുള്ള തന്ത്രം തന്നെയാണ്. അതിനെ പ്രീണനം എന്ന വാക്ക് തന്നെ ഞാൻ ഉപയോഗിക്കുകയുള്ളൂ. അപ്പോൾ വോട്ട് വഴി തെളിഞ്ഞു നിൽക്കുമ്പോഴും CPM അസ്തമിച്ചില്ലെങ്കിൽ CPM-ന് കൊള്ളാം. അതാണ് എനിക്ക് ഫൈനലായി പറയാനുള്ളത്. അസ്തമിക്കാൻ പോകുന്നില്ല. BJP ഈ ഒരു വലിയൊരു കൊട്ടിഘോഷമൊക്കെ കഴിഞ്ഞിട്ട് ഇവിടെ ഉണ്ടാവുമോ എന്ന് നോക്കണം. കാരണം ഇതുപോലെ കൊട്ടിഘോഷിച്ച, ഇതുപോലെ പിന്നെ പല വംശീയ ഹത്യകൾക്കും നേതൃത്വം നൽകിയിട്ടുള്ള വിഭാഗങ്ങളൊന്നും ഇന്ന് ലോകത്തിൽ ഇല്ലാതെ മാത്രമല്ല കറുത്ത പൊട്ടായിട്ടുണ്ട്. അതെ. നന്ദിഗ്രാമ അടക്കം നമുക്ക് ഓർമ്മയിലേക്ക് വരും. ബംഗാളിൽ ഒന്നുമില്ലാതായി സംഭൂജ്യമായതും നമ്മുടെ ഓർമ്മയിലേക്ക് വരും. നമുക്ക് തൽക്കാലം ബംഗാളിൽ 16.4% വോട്ടാണ്. കേരളത്തിലെ BJP-യെക്കാളും വോട്ട് ബംഗാളിൽ CPM-നുണ്ട്. 35 കൊല്ലം ഭരിച്ച ഇടമാണെന്ന് BJP കേരളത്തിൽ ഭരിച്ചിട്ടില്ല. അങ്ങനെ 35 കൊല്ലമല്ല, അതിൽ കൂടുതൽ കാലം ഭരിച്ച ഉത്തർപ്രദേശിൽ കോൺഗ്രസ് ഉണ്ടോ, ബീഹാറിൽ കോൺഗ്രസ് ഉണ്ടോ, തമിഴ്നാട്ടിൽ കോൺഗ്രസ് ഉണ്ടോ? BJP ഇനിയിപ്പോൾ ഈ പറയുന്ന 10 വർഷത്തെ കളിയല്ലേ ഉള്ളൂ. അത് കഴിഞ്ഞതിന് ശേഷം ഒരു കാലഘട്ടം ഉണ്ടാവുമല്ലോ, നമുക്ക് കാണാം. അത് കഴിഞ്ഞ് ഇതിലും വികസിതമായ കാലഘട്ടം ഉണ്ടാകും സാർ. നമുക്ക് വീണ്ടും ചർച്ച ചെയ്യാം. മീറ്റ് ദ എഡിറ്റേഴ്സ് നമുക്ക് തുടരണം. വോട്ട് വഴി തെളിഞ്ഞോ എന്ന ചോദ്യത്തിന് 4 പേരുടെയും ഉത്തരം യെസ്. ഇന്നത്തെ മീറ്റ് ദ എഡിറ്റേഴ്സ് പൂർണ്ണമാവുകയാണ്. ഗുഡ് നൈറ്റ്. Meet the editors.